Next we are going to surface treatments. So why we are doing surface treatments? So we are doing surface treatments in order to maintain different properties at different positions of the material. That means on the surface we may have more wear resistant properties, and inner may have less wear resistant properties, or it should have better strength. Though according to our requirements, we have to adjust the properties of material. In such cases, here we have given some examples. There are numerous industrial application demand that a component possesses different or even contradicting properties for the surface and interior. For example, the service conditions of many components like gears, cams, crankshafts, rolls, etc. require a hard wear resistant surface and a tough shock resistant interior. അതായത് ഇപ്പോൾ പറഞ്ഞ മെറ്റീരിയൽസിനൊക്കെ ഒരു സർഫസിൽ നല്ല വെയർ റെസിസ്റ്റൻ്റ് ആയിരിക്കണം, corrosion resistant, wear resistant ആക്കി ആയിരിക്കണം, and internally it should be shock resistant. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലോഡ് വിത്ത്സ്റ്റാൻഡിനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. മറ്റൊരു എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സ്റ്റോറേജ് ടാങ്ക്സ് ആൻഡ് കെമിക്കൽ പ്രോസസ്സിംഗ് എക്യുപ്മെന്റ്സ് നീഡ് എ സർഫേസ് ടു റെസിസ്റ്റ് കൊറോഷൻ ഓർ കെമിക്കൽ അറ്റാക്ക് ടുഗദർ വിത്ത് ഇനഫ് സ്ട്രെങ്ത് ആൻഡ് ലോ കോസ്റ്റ്. സ്റ്റോറേജ് ടാങ്ക് അല്ലെങ്കിൽ കെമിക്കൽ പ്രോസസ്സിംഗ് എക്യുപ്മെന്റ്സിന് അതിൻ്റെ സർഫേസിന് കൊറോഷനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി വേണം, മാത്രമല്ല ഇനഫ് സ്ട്രെങ്ത് ഉണ്ടായിരിക്കണം, ലോ കോസ്റ്റും ആയിരിക്കണം. പിന്നെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഡെക്കറേറ്റീവ് ഫിറ്റിംഗ്സ് ആൻഡ് ഹോം അപ്ലയൻസസ്, ദേ റിക്വയർ ഗുഡ് സർഫേസ് ഫിനിഷ് and appearance together with adequate strength and low cost. Electrical conductors മറ്റൊരു എക്സാമ്പിൾ ആണ്. They should have better conductivity, strength and low cost. So ഇങ്ങനെയുള്ള ഈ പ്രോപ്പർട്ടീസ് മെറ്റീരിയലിന് ഇങ്ങനെ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സർഫേസ് ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യുന്നത്. How can we change the properties of materials? അതിനുള്ള കുറച്ച് മെത്തേഡ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മെക്കാനിക്കൽ ട്രീറ്റ്മെൻറ്റ്സ്, പ്രൊവൈഡിങ് പ്രൊട്ടക്റ്റീവ് കോട്ടിങ്സ്, then changing the chemical composition at the surface, then giving differential heat treatment to the surface. Well, first one നമ്മൾ നോക്കാം, മെക്കാനിക്കൽ ട്രീറ്റ്മെന്റ്. മെക്കാനിക്കൽ ട്രീറ്റ്മെന്റിനകത്ത് രണ്ടെണ്ണം പറയുന്നുണ്ട്. ഒന്ന് ഷോർട്ട് ബ്ലാസ്റ്റിങ്ങും ഒന്ന് ബേർണിഷിങ്. ഷോർട്ട് ബ്ലാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹൈ പ്രഷറിൽ ഹാർഡ് സ്റ്റീൽ അല്ലെങ്കിൽ കാസ്റ്റ് ആൻഡ് ബോൾസ് അല്ലെങ്കിൽ സാൻഡ് പാർട്ടിക്കിൾസ് യൂസിങ് കംപ്രസ്ഡ് എയർ, ഇതൊക്കെ ഈ നമ്മുടെ സർഫസിലേക്ക് ഹിറ്റ് ചെയ്യുകയാണ് ഹൈ പ്രഷറിൽ. മറ്റേത് വരുന്നത് ബേർണിഷിംഗ് ആണ്. അതായത് പ്രസ്സിംഗ് ബിറ്റ്വീൻ റോൾസ്, രണ്ട് റോൾസിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മുടെ മെറ്റീരിയലിനെ പ്രസ് ചെയ്യുക. അങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇതിനകത്ത് കംപ്രസീവ് സ്ട്രെസ് സ്റ്റേ ബാക്ക് ചെയ്യും, അല്ലെ റെസിഡ്യുവൽ കംപ്രസീവ് സ്ട്രെസ് ഉണ്ടാകും. സോ ഇതിൻ്റെ ലോഡ് ബെയറിംഗ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യും. പിന്നെ പ്രൊട്ടക്റ്റീവ് കോട്ടിങ്സ്, അത് പെയിൻറ്റിങ്, പ്ലേറ്റിങ്, ഗാൽവനൈസിങ്, ഹോട്ട് ഡിപ്പിംഗ്, ആനഡൈസിങ്, വേപ്പർ ഡെപ്പോസിഷൻ, മെറ്റൽ സ്പ്രേയിങ്, മെറ്റൽ ക്ലാഡിങ്, ഇതൊക്കെ വെച്ചിട്ട് പ്രൊട്ടക്റ്റീവ് കോട്ടിങ്സ്, സർഫസിൽ പ്രൊട്ടക്റ്റീവ് കോട്ടിങ്സ് കൊടുക്കുക. And changing the chemical composition at the surface. Surface of components are brought in contact with suitable materials so that elements like carbon, nitrogen, etc. are allowed to diffuse into the surface to develop a layer of changed chemical composition and thereby changed properties. അതുപോലെ surface composition can be changed by an implantation. അതായത് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് കാർബൺ അല്ലെങ്കിൽ നൈട്രജൻ സർഫസിലേക്ക് ആഡ് ചെയ്യുക. ഇത് നിങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് മുമ്പോട്ട് വരുമ്പോൾ പഠിക്കും. Then giving differential heat treatment to the surface. നിങ്ങൾ ഓൾറെഡി പഠിച്ചിരുന്ന ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ്സുകൾ. Components made of material responsive to heat treatment can be subjected to heat treatments at surface alone to change the properties while leaving interior unaffected. നമുക്കിനി അതിൻ്റെ മെത്തേഡ്സ് നോക്കാം. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ കേസ് ഹാർഡനിങ് അല്ലെങ്കിൽ ഡിഫ്യൂഷൻ മെത്തേഡ്. കേസ് ഹാർഡനിങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സർഫസ് മാത്രം ഹാർഡൻ ചെയ്യുക, അല്ലെങ്കിൽ അതിനെയാണ് കേസ് എന്ന് പറയുന്നത്. അത് ഔട്ടർ കേസ് ജനറേറ്റ് ചെയ്യുക. സോ അതിനകത്ത് നമ്മൾ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്ന 4 മെത്തേഡ്സ് ആണ്: കാർബറൈസിങ്, സയനൈഡിങ്, നൈട്രൈഡിങ് ആൻഡ് കാർബോ നൈട്രൈഡിങ്. ലെറ്റ്സ് ലുക്ക് അറ്റ് ദ ഫസ്റ്റ് മെത്തേഡ്, കാർബറൈസിങ്. So carburizing is a process of adding carbon to the surface. അതായത് സർഫസിലേക്ക് കാർബൺ ആഡ് ചെയ്യുന്ന ആ പേര് തന്നെയുണ്ട്, കാർബറൈസിങ്. സോ ഇത് ഓരോന്ന് പഠിക്കുമ്പോൾ നിങ്ങൾ ആ ടേമിൽ തന്നെ അതിൻ്റെ പേരിൽ തന്നെ എന്താണെന്ന് മനസ്സിലാക്കണം. കാർബറൈസിങ് എന്ന് പറഞ്ഞാൽ സർഫസിലേക്ക് കാർബൺ ആഡ് ചെയ്യുന്ന. ദിസ് ഈസ് ഡൺ ബൈ എക്സ്പോസിങ് ദ പാർട്ട് ടു എ കാർബൺ റിച്ച് അറ്റ്മോസ്ഫിയർ അറ്റ് എലിവേറ്റഡ് ടെമ്പറേച്ചർ ആൻഡ് അലൗസ് ഡിഫ്യൂഷൻ ടു ട്രാൻസ്ഫർ കാർബൺ ആറ്റം ഇൻ ടു സ്റ്റീൽ.
നമ്മൾ ഡിഫ്യൂഷൻ നേരത്തെ പഠിച്ചു. എന്താ ഡിഫ്യൂഷൻ? ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ആറ്റം വേറെ പൊസിഷനിലേക്ക് മൂവ് ചെയ്യുന്നതാണ് ഡിഫ്യൂഷൻ. അതിനകത്ത് ഇന്റർ ഡിഫ്യൂഷനും ഇൻട്രാ ഡിഫ്യൂഷനും പഠിച്ചു. അത് ഒരു മെറ്റീരിയലിൽ നിന്ന് വേറെ മെറ്റീരിയലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ മെറ്റീരിയലിനെ എലിവേറ്റഡ് ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുപോകുന്നു. എന്നിട്ട് കാർബൺ റിച്ച് അറ്റ്മോസ്ഫിയറിൽ നമ്മൾ അതിനെ കീപ്പ് ചെയ്യുന്നു. കാർബൺ റിച്ച് അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ കണ്ടന്റ് കൂടുതലുള്ള അറ്റ്മോസ്ഫിയറിൽ നമ്മൾ അതിനെ കീപ്പ് ചെയ്യുന്നു. സോ ഇങ്ങനെ ചെയ്യുന്നതിനകത്ത് തന്നെ 3 മെത്തേഡ്സ് ഉണ്ട്. പാക്ക് കാർബറൈസിങ്, ദെൻ ഗ്യാസ് കാർബറൈസിങ് ആൻഡ് ലിക്വിഡ് കാർബറൈസിങ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പാക്ക് കാർബറൈസിങ് ആണ്. സോ ഇവിടെ നമുക്ക് അതിൻ്റെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഒരു കാർബൺ റിച്ച് അറ്റ്മോസ്ഫിയറിൽ നമ്മൾ പൗഡേർഡ് കാർബൺ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇൻ ദിസ് പ്രോസസ് സോളിഡ് സബ്സ്റ്റൻസ് ലൈക്ക് കോക്ക്, കോൾ, ചാർക്കോൾ, കാർബൺ ബ്ലാക്ക്, കാർബണേറ്റ്സ് ഓഫ് ബേരിയം, കാൽഷ്യം ഓർ സോഡിയം ആർ യൂസ്ഡ്. സോ ഇത്രയും സോളിഡ് കമ്പോണൻസ് ആണ് നമ്മൾ ഇതിലേതെങ്കിലും സോളിഡ് കമ്പോണൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതെല്ലാം കാർബൺ റിച്ച് കമ്പോണൻസ് ആണ്. The steel object is cleaned and placed in a closed chamber amidst the surrounding solid fumes. This chamber is heated to a desired temperature for longer duration. Carbon gets soaked into the surface of steel. The depth of soaking depends on the time of exposure between steel and solid fumes. Normally 0.1 millimeter penetration takes place in an hour. അതായത് നമ്മുടെ കമ്പോണന്റിന് മുകളിലേക്ക് പെനട്രേഷൻ എന്തുമാത്രം വേണം, അതായത് നമ്മുടെ മെറ്റീരിയലിന്റെ സർഫസിലേക്ക് എന്തുമാത്രം ഡീപ്പായിട്ട് നമുക്ക് പെനട്രേറ്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾ എന്തുമാത്രം ടൈം ഇതിനെ ഈ പറയുന്ന എലിവേറ്റഡ് ടെമ്പറേച്ചറിൽ കീപ്പ് ചെയ്യുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കൂടുതൽ സമയം കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഇതിൻ്റെ ഡെപ്ത് ഇൻക്രീസ് ചെയ്യും. അതിൻ്റെ നോർമൽ പെനട്രേഷൻ എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറിൽ 0.1 mm ഡെപ്തിൽ അത് പെനട്രേഷൻ ചെയ്യുമെന്നുള്ളതാണ് നോർമലി ഒക്കർ ചെയ്യുന്നത്. The agent for carburizing is solid carbonaceous material like charcoal or petroleum coke energized with calcium carbonate, barium carbonate or sodium carbonate about 20%. അതായത് നമ്മൾ യൂസ് ചെയ്യുന്നത് ചാർക്കോൾ അല്ലെങ്കിൽ പെട്രോളിയം കോക്ക് ആണ്. അതിനെ എനർജൈസ് ചെയ്യാൻ വേണ്ടി കാൽഷ്യം കാർബണേറ്റ്, ബേരിയം കാർബണേറ്റ് അല്ലെങ്കിൽ സോഡിയം കാർബണേറ്റ് ഒരു 20% അതും ആഡ് ചെയ്യുന്നു. Heating is done in heat treatment furnace at a temperature 870 to 980 degrees Celsius for 5 to 10 hours for a satisfactory penetration. At this temperature, the steel gets austenited, in which state it can absorb carbon up to 1.2%. അപ്പോൾ നമ്മൾ ഈ എലിവേറ്റഡ് ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുപോകുമ്പോൾ സ്റ്റീൽ ഓസ്റ്റനൈറ്റ് കണ്ടീഷനിലേക്ക് പോകുന്നു. അവിടെ അതിന് 1.2% കാർബൺ വരെ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. The carbonaceous material will give off carbon monoxide which combining with iron forms Fe3C. അതായത് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇവിടെ എനർജൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഈ കമ്പോണൻസ് അത് കാർബൺ മോണോക്സൈഡിനെ വെളിയിലേക്ക് തള്ളും. സോ ഈ ഒരു കാർബൺ മോണോക്സൈഡ് എന്ത് സംഭവിക്കും, അയണുമായിട്ട് ചേർന്നിട്ട് Fe3C ഫോം ചെയ്യും. If any portion of the specimen is not required to be carburized, the same may either be electroplated with copper or packed with ash, fire clay and asbestos. അതായത് നമുക്ക് ഒരു ഫുൾ മെറ്റീരിയൽ ആണെങ്കിൽ നമ്മൾ ഇതിനകത്തേക്ക് ഇൻവേഴ്സ് ചെയ്യുന്നത്, ഇതിനകത്ത് ഏതെങ്കിലും ഒരു പാർട്ടിൽ നമുക്ക് ഈ കാർബറൈസിങ് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഇലക്ട്രോപ്ലേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കോട്ടിങ് കൊടുക്കുകയോ നമ്മൾ ചെയ്യും. സോ ഇതൊരു വളരെ സ്ലോ പ്രോസസ്സാണ്. അതുപോലെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റും വളരെ കുറവുള്ളൊരു പ്രോസസ്സാണ് കാർബറൈസിങ് എന്ന് പറയുന്നത്. നമ്മൾ പാക്ക് കാർബറൈസിങ് പഠിച്ചു. പാക്ക് കാർബറൈസിങ്ങിനകത്ത് നമ്മൾ കാർബണിന് വേണ്ടി യൂസ് ചെയ്തത് സോളിഡ് കമ്പോണൻസ് ആണ്. അടുത്ത് പഠിക്കുന്നത് ഗ്യാസ് കാർബറൈസിങ് ആണ്. സോ ഇവിടെ ജനറലി ഒരു ഗ്യാസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് കാർബൺ റിലീസ് ചെയ്യാൻ വേണ്ടി. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് മീഥെയിൻ, പ്രോപ്പെയിൻ, ബ്യൂട്ടെയിൻ, കാർബൺ മോണോക്സൈഡ് മുതലായ ഗ്യാസസ് ആണ്. In this process, the component is heated in furnace which is filled with carbon-rich gases such as methane, propane, butane or carbon monoxide. The hydrocarbons in the carburizing gas decompose at high temperature and carbons get deposited. The thickness of hardened case will depend on the rate of gas flow and time of heating. Gas carburizing is faster than pack hardening. So next method എന്ന് പറഞ്ഞാൽ liquid carburizing ആണ്. In this case, a liquid hydrocarbon rich in carbon is used either in a bath or in a pressurized system. നമ്മളിവിടെ ഒരു ബാത്ത് അല്ലെങ്കിൽ ഒരു കണ്ടെയ്നറിനകത്ത് നമ്മൾ ഈ ലിക്വിഡ് സൊല്യൂഷൻ റിച്ച് ഇൻ ഹൈഡ്രോകാർബൺ
അല്ലെ ഒരു ഹൈഡ്രോകാർബൺ ആണ് റിച്ച് ഇൻ കാർബൺ. അങ്ങനെ ഒരു മെറ്റീരിയൽ എടുത്തിട്ട് ലിക്വിഡ് സ്റ്റേറ്റിലുള്ള ഒരു എലമെന്റ് എടുത്തിട്ട് അതിനെ വെച്ചിട്ടാണ് നമ്മളിവിടെ കാർബണൈസിങ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഒരു കാര്യം ചെയ്യുന്നുണ്ട്, നമ്മൾ സ്റ്റീലിനെ നമ്മൾ ഹീറ്റ് ചെയ്യുന്നുണ്ട്, പ്രയറായിട്ട് ഹീറ്റ് ചെയ്യുന്നുണ്ട്. അത് ഹീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ജനറലി യൂസ് ചെയ്യുന്നത് ഗ്യാസ് ബേണേഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ മീൻസ് വെച്ചിട്ട് നമ്മൾ സ്റ്റീലിനെ ഹീറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു സ്റ്റീലിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇപ്പോൾ ഉള്ള ഈ ലിക്വിഡിനെ ഒരു നോസിൽ വഴി ഹീറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതിൻ്റെ സർഫസിൽ ഒരു കാർബൺ കോട്ടിങ് ജനറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. The heated steel is impinged upon by jet of liquid rushing out of nozzles. In due course of time, carbon get deposited on the steel. The steel is heated by gas burners or by electrical means. A case depth of 0.1 to 0.5 millimeter can be suitably obtained by this method. This method is better and faster than pack carburizing. So ഇനി നമ്മൾ ആ ഒരു ലിക്വിഡ് ബാത്ത് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. ദ ബാത്ത് ഇസ് പ്രിപ്പയർഡ് വിത്ത് 20 to 50% സോഡിയം cyanide, 40% Na2CO3 and 30% BaCl2 or NaCl and heated 850 to 950 degrees Celsius in pots. നമ്മുടെ സ്പെസിമെൻ they are immersed in wire baskets for a period of 1 hour. So generally the salt bath are small chambers. നമ്മൾ ഈ ഫോം ചെയ്യുന്ന ഈ സോൾട്ട് ബാത്ത്, നമ്മളിപ്പം ഈ കാർബൺ റിച്ച് ആയിട്ടുള്ള ലിക്വിഡ് ഹൈഡ്രോകാർബൺസ് ഉള്ള ഈ സോൾട്ട് ബാത്ത് എന്ന് പറയുന്നത് ചെറിയ കണ്ടെയ്നേഴ്സ് അല്ലെ ചെറിയ ടാങ്ക് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് വലിയ പാർട്ടിനെ ഒന്നും നമുക്ക് ലിക്വിഡ് കാർബറൈസിങ് വഴി കാർബറൈസിങ് പ്രോസസ്സ് ചെയ്യാൻ പറ്റത്തില്ല. So it is used only for small parts. Next process is nitriding. This process involves heating of steel to about 650 degrees Celsius and holding in an atmosphere of ammonia for some time. So നമ്മൾ സ്റ്റീലിനെ 650 ഡിഗ്രി സെൽഷ്യസിൻ്റെ മുകളിലേക്ക് ഹീറ്റ് ചെയ്തിട്ട് നമ്മൾ അമോണിയയ്ക്കകത്തേക്ക് നമ്മളിതിനെ ഇമേഴ്സ് ചെയ്ത് വെക്കുകയാണ്. സോ അമോണിയക്കകത്ത് ഇൻസേർട്ട് ചെയ്യുമ്പോൾ എന്താ, ഇതിനകത്ത് നൈട്രജൻ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്. സോ അൺഹൈഡ്രസ് അമോണിയ ഗ്യാസ് ഇസ് പാസ്ഡ് ഇൻ ടു ദ ഫർണസ് at about 550 degrees Celsius where it dissociates into nascent nitrogen and hydrogen. The treatment time varies from 21 to 100 hours depending on the desired case depth and the size of steel parts. ആ ഒരു ടൈമിംഗ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊരു വളരെ സ്ലോ പ്രോസസ് ആണെന്നുള്ളത്. 21 to 100 hours നമുക്ക് എന്തുമാത്രം ഡെപ്ത് വേണമെന്നനുസരിച്ച് ഇത്രയും ടൈമിംഗ് നമുക്ക് അതിൻ്റെ നോർമലി നൈട്രൈഡിങ്ങിന് എടുക്കും. പക്ഷെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈട്രൈഡിങ്ങിന് മുമ്പ് തന്നെ എല്ലാ ഫിനിഷിംഗ് പ്രോസസ്സും ചെയ്യണം. കാര്യം നൈട്രൈഡിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫിനിഷിംഗ് പ്രോസസ് ലൈക്ക് ഗ്രൈൻഡിങ് അങ്ങനത്തെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സോ ആഫ്റ്റർ നൈട്രൈഡിങ് ദ സ്റ്റീൽ പാർട്ട് ഇസ് അലൗഡ് ടു കൂൾ ഇൻ ദ ഫർണസ് itself in the presence of ammonia. The furnace container is made of heat resisting alloy steel. The nitrogen from ammonia penetrates into the steel and forms very hard nitrates on the surface. These nitrates then disperse into the steel. All machining and grinding operations are to be finished before nitriding. The portions which are to be nitrided are not to be nitrided are covered by thin coating of tin deposited by electrolysis. അതായത് നമുക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോർഷനിൽ നൈട്രൈഡിങ് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ടിൻ കോട്ടിംഗ്, ടിന്നിൻ്റെ ഒരു കോട്ടിങ് വെച്ച് ഒരു ഇലക്ട്രോളിസിസ് പ്രോസസ് വഴി അത്രയും പോർഷനെ കോട്ട് ചെയ്താൽ മതി. സോ നൈട്രൈഡിങ് ചെയ്യുന്നതിനുള്ള ഗുണങ്ങൾ തന്നെ, ഇറ്റ് ഇംപ്രൂവ്സ് കൊറോഷൻ റെസിസ്റ്റൻസ്, പ്രൊവൈഡ്സ് വെരി ഹൈ ഹാർഡ്നെസ് ആൻഡ് കമ്പോണൻസ് നീഡ് നോട്ട് ബി മെഷീൻഡ് ആഫ്റ്റർ ദ പ്രോസസ്. ഇറ്റ്സ് വെരി കോസ്റ്റ്ലി ആൻഡ് ടൈം കൺസ്യൂമിങ്. It is performed on dies, mandrels, gauges, parts of pump, internal combustion engines. ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് പ്രൊവൈഡ്സ് ദ ഹാർഡസ്റ്റ് കേസ് ഓഫ് ഓൾ ദ സർഫസ് ഹാർഡനിങ്. ഏറ്റവും നല്ല ഹാർഡനിങ് കൊടുക്കുന്ന ഒരു മെത്തേഡാണ് നൈട്രൈഡിങ് എന്ന് പറയുന്നത്. Nitriding is generally restricted to very thin sections. A 0.25 mm case depth might take around 10 hours. അതായത് 0.25 millimeter ഡെപ്തിലേക്ക് നമുക്ക് നൈട്രൈഡിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അറൌണ്ട് 10 days എടുക്കും. 0.75 millimeter ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറേ ദിവസങ്ങൾ എടുക്കും. സോ ഇത് വളരെ സ്ലോ പ്രോസസ്സാണ്. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നൈട്രൈഡിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെഷീനിങ് പ്രോസസ് ഒന്നും ചെയ്യാൻ പോസിബിൾ അല്ല. Next process is cyaniding. So this is another case hardening process.
which the mild steel absorbs carbon and nitrogen to obtain a hard surface. നമ്മൾ നേരത്തെ കണ്ടത് കാർബറൈസിങ്ങിനകത്ത് കാർബൺ കണ്ടു, നൈട്രൈഡിങ്ങിനകത്ത് നൈട്രജനും ആഡ് ചെയ്ത് കണ്ടു. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് സയനൈഡിങ്. സയനൈഡിന് കെമിക്കൽ ഫോർമുല CN ആണ് നോർമലി വരുന്നത്. കാർബണും നൈട്രജനും കൂടെ മിക്സ് ചെയ്താണ് സയനൈഡ് ഫോം ചെയ്യുന്നത്. സോ ഇവിടെ നമുക്ക് കാർബൺ ആൻഡ് നൈട്രജൻ ജോയിൻ ചെയ്ത ഹാർഡ് സർഫേസ് ഫോം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സയനൈഡിങ് എന്ന് പറയുന്നത്. സോ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. The parts to be heat treated are immersed in liquid bath and a temperature normally 800 to 960 degrees Celsius of NaCN with concentration varying between 25 to 90%. NaCN ഒരു 20 to 90% of NaCN ഉള്ള 800 to 960 degrees Celsiusൽ നമ്മൾ അതിനെ ഒരു ഹീറ്റ് ട്രീറ്റ്മെന്റ് അതിനകത്ത് ഇമേഴ്സീവ് ആണ്. A measured amount of air is passed through the molten bath. NaCN reacts with oxygen and gets oxidized. Carbon and nitrogen, so formed in atomic form, diffuse into the steel and give thin wear resistant layer carbonitride phase. It usually takes 30 to 90 minutes for completion. For obtaining a case depth from 0.5 to 2 millimeter, the process is carried out at a higher temperature, that is around 950 degrees Celsius, and a bath containing 8% NaCN, 82% BaCl and 10% NaCl. This process takes about 2 to 6 hours for completion. So after cyaniding, the components are taken out and quenched in water or oil. For thick sections, mineral oil is preferred for quenching. The final operation is low temperature tempering. It's really an inexpensive case hardening process. So ഇവിടെ നമ്മൾ ചെയ്യുന്ന നമ്മൾ ഒരു സമ്മറി നോക്കുകയാണെങ്കിൽ സയനൈഡിങ് എന്ന് പറഞ്ഞാൽ കാർബണും നൈട്രജനും ഇതിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. സോ NaCN ബാത്തിനകത്താണ് നമ്മൾ ഇത് ചെയ്യുന്നത്. 800 to 960 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ ചെയ്യുന്നു. സോ ഇവിടെ സംഭവിക്കുന്ന NaCN അകത്തേക്ക് നമ്മൾ ഹോട്ട് എയർ പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എയർ പാസ് ചെയ്യുമ്പോൾ NaCN അത് ഓക്സിഡൈസ് ചെയ്യും. സോ കാർബണും നൈട്രജനും അവിടെ ഫോം ചെയ്യുന്നു, അറ്റോമിക് ഫോമിൽ ഫോം ചെയ്യും. അത് സ്റ്റീലിൻ്റെ മുകളിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങനെ ചെയ്ത് ഈ ഒരു കോട്ടിംഗ് പ്രോസസ്സ് കഴിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മളൊരു ക്വെഞ്ചിങ് പ്രോസസ്സ് ഉണ്ട്. ആഫ്റ്റർ സയനൈഡിങ് നമ്മളൊരു ക്വെഞ്ചിങ് പ്രോസസ്സ്, ഐദർ വാട്ടർ അല്ലെങ്കിൽ ഓയിൽ. തിക്ക് സെക്ഷൻസ് ആണെങ്കിൽ മിനറൽ ഓയിലിനകത്ത് നമ്മൾ ക്വെഞ്ചിങ് നമ്മൾ നേരത്തെ പറഞ്ഞ എന്താ പെട്ടെന്ന് കൂൾ ചെയ്യുന്ന പ്രോസസ്സാണ്. അത് കഴിഞ്ഞ് അതിനുശേഷം ക്വെഞ്ചിങ് കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഒരു ലോ ടെമ്പറേച്ചർ ടെമ്പറിങ് ഇങ്ങോട്ട് നമ്മൾ അത് ചെയ്യാറുണ്ട്. സോ നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് കാർബോനൈട്രൈഡിങ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സാണ്. അപ്പോൾ നമ്മൾ നേരത്തെ സയനൈഡിങ് കണ്ടു, അവിടെയും കാർബണും നൈട്രജനും ആയിരുന്നു. ഇവിടെ അതുപോലെ തന്നെ കാർബണും നൈട്രജനും തന്നെയാണ്. കാർബോനൈട്രൈഡിങ് മറ്റൊരു പ്രോസസ്സാണ്. So it is done for improving wear resistance of mild plain carbon or very low alloy steel. Carbonitriding is carried out at low temperature in the range of 800 to 870 degrees Celsius in a gas mixture consisting of carburizing gas and ammonia. So ഇവിടെ ഒരു കാർബറൈസിങ് ഗ്യാസും അമോണിയയും തമ്മിലുള്ള ഒരു മിക്സ്ചറുള്ള ഒരു അറ്റ്മോസ്ഫിയറിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. A typical gas mixture contains about 15% ammonia, 5% methane and 80% neutral carrier gas. So 15% ammonia, 5% methane, 80% neutral carrier gas. അത് നമുക്ക് ഈ ഒരു മെറ്റീരിയലിനെ ക്യാരി ഓവർ ചെയ്യാൻ, ഈ ഗ്യാസസിനെ ക്യാരി ചെയ്യാൻ വേണ്ടി ന്യൂട്രൽ ഗ്യാസസ് കൂടെ നമ്മൾ ഇതിലൂടെ ആഡ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ നമുക്കൊരു 0.05 to 0.75 മില്ലിമീറ്റർ തിക്നെസ്സിൽ വരെ നമുക്കൊരു കോട്ടിങ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ നേരത്തെ പറഞ്ഞത് നൈട്രൈഡിങ് പ്രോസസ് ആണ് കൂടുതൽ എഫക്റ്റീവ് എന്ന് പറഞ്ഞത്, കാര്യം ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് മോർ ഹാർഡ്നെസ്. സോ ഇവിടെ അതുപോലെ തന്നെയാണ്, നൈട്രജൻ ഈസ് മോർ എഫക്റ്റീവ് ഇൻ ഇൻക്രീസിംഗ് ദ ഹാർഡ്നെസ് ഓഫ് കേസ് കമ്പയർഡ് ടു കാർബൺ. നൈട്രജൻ കണ്ടന്റ് ഓഫ് സ്റ്റീൽ ഡിപ്പെൻഡ്സ് ഓൺ അമോണിയ കണ്ടന്റ്സ് ആൻഡ് ടെമ്പറേച്ചർ. ഇവിടെയും നേരത്തെ ചെയ്ത സയനൈഡിങ് ചെയ്തതുപോലെ തന്നെ കാർബോനൈട്രൈഡിങ്ങിന് ശേഷവും ക്വെഞ്ചിങ് ചെയ്യണം. കാര്യം ഒരു ക്രാക്കിംഗ് അവോയ്ഡ്, സർഫസ് ക്രാക്കിംഗ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് ക്വെഞ്ചിങ് ചെയ്യുന്നത്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ലോ ടെമ്പറേച്ചർ ടെമ്പറിങ്ങും ചെയ്യുന്നുണ്ട്. In this process, surface hardenability, wear resistance and corrosion resistance are better than carburizing process, but the time required for heat treatment is longer than that of carburizing. The slower cooling leads to reduced internal stresses, distortion and lesser cracks.
Next we have selective hardening process. So then selective hardening process generally പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു particular ഏരിയയിൽ മാത്രമായിട്ട് നമുക്ക് ഹാർഡൻ ചെയ്യണമെന്നുണ്ടെങ്കിലാണ് നമ്മൾ സെലക്റ്റീവ് ഹാർഡനിങ് പ്രോസസ്സ് ചെയ്യുന്നത്. സോ സെലക്റ്റീവ് ഹാർഡനിങ് പ്രോസസ്സിനകത്ത് നമുക്ക് ആദ്യം പഠിക്കാനുണ്ട് ഫ്ലെയിം ഹാർഡനിങ് പ്രോസസ്സാണ്. ഈ ഫ്ലെയിം ഹാർഡനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഫ്ലെയിം, അതായത് നമ്മൾ വെൽഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഓക്സി അസറ്റിലിൻ ഫ്ലെയിംസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പം നിങ്ങൾ അടുത്ത സെമിസ്റ്ററിൽ മാനുഫാക്ചറിങ് പ്രോസസ്സ് പഠിക്കും, അപ്പോൾ അതിനകത്ത് ഓക്സി അസറ്റിലിൻ വെൽഡിംഗ് ഒക്കെ പഠിക്കുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ഈ ഓക്സി അസറ്റിലിൻ ഫ്ലെയിം യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഫിഗറിനകത്ത് കാണാം, നമുക്കൊരു ഓക്സി അസറ്റിലിൻ ഫ്ലെയിം ഉണ്ട്. നമുക്ക് എവിടെയാണോ നമ്മൾക്ക് ഈ ഹാർഡനിങ് ചെയ്യേണ്ടത് ആ ഒരു സർഫസിനെ മാത്രമാണ് നമ്മൾ എബോവ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് മുകളിലേക്ക് നമ്മൾ ഹീറ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഹീറ്റ് ചെയ്യുന്നതിന് തൊട്ട് പുറകെ തന്നെ നമ്മൾ വാട്ടറിനെ യൂസ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് നമ്മളിതിനെ കൂൾ ചെയ്യുക. സോ അങ്ങനെ ഈ ഒരു ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് പ്രോസസ്സ് നടക്കുന്നുണ്ട്. ആ ഒരു സർഫസ് മാത്രം വളരെ പെട്ടെന്ന് നമുക്ക് ഹാർഡൻഡ് ആയിട്ട് കിട്ടും. സോ ദീസ് ആർ യൂസ്ഡ് ഫോർ ഹാർഡനിങ് ഓഫ് ഗിയർ ടൂത്ത്, ക്യാമ, മെഷീൻ ടൂൾ ബെഡ്സ്, cutting tools, etc. And they are very cheap and the equipments are portable. So here are some of the features of flame hardening process. In flame hardening, an ordinary oxyacetylene torch designed to suit the specimen is used to heat the part locally over the region to be hardened. നമുക്കിവിടെ യൂസ് ചെയ്യുന്ന ടോർച്ച് നമ്മൾ നോർമലി 850 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ, 850 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് പോകാതെ നമ്മൾ സൂക്ഷിക്കും. പക്ഷേ അത് ക്രിട്ടിക്കൽ റേഞ്ചിന് മുകളിലായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടോർച്ചിനെ നമ്മൾ പാർട്ടിന് മുകളിലേക്ക് മൂവ് ചെയ്യുന്നു, നമ്മൾ ലോക്കലൈസ്ഡ് ഹീറ്റിംഗ് ചെയ്യുന്നു, അതിന് മുകളിലേക്ക് ഫോളോഡ് ബൈ ക്വെഞ്ചിങ് ഓഫ് ജെറ്റ് ഓഫ് വാട്ടർ ഫ്രം നോസിൽ. സോ ഇതിന് നല്ല റിസൾട്ട് കിട്ടാൻ ദ കാർബൺ കണ്ടന്റ് ഓഫ് സ്റ്റീൽ ഷുഡ് ബി ബിറ്റ്വീൻ 0.3 to 0.6%. At the end of the process, tempering is done to relieve the stresses. Residual stresses എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം റിമൂവ് ചെയ്യാൻ വേണ്ടി ടെമ്പറിങ്ങും ചെയ്യുന്നതാണ്. Now let's look what are the advantages, disadvantages and applications of flame hardening process. So flame hardening is a very rapid and efficient method for producing deep cases for about 6 to 6 millimeter. So another advantage is that zone hardening is possible with this method. Zone hardening എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതൊരു particular area മാത്രമായിട്ട് harden ചെയ്യാൻ വേണ്ടി പറ്റും. With flame hardening, heat can be applied merely to small critical zone and quenched. This method is suitable for hardening large bulky parts which will not fit into any furnace or liquid case hardening tank. അതായത് നമുക്ക് വലിയ, നമ്മൾ നേരത്തെ കാർബറൈസിംഗ് ഒക്കെ ചെയ്തപ്പോൾ നമ്മൾ അതിനകത്തൊരു ടാങ്കിനകത്തേക്ക് വേണ്ടി നമ്മുടെ പാർട്ട് ഇമേഴ്സ് ചെയ്തിരിക്കും. സോ വലിയ പാർട്സ് ആണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. സോ അങ്ങനെയുള്ള സാധനത്തിനെ നമുക്ക് ഈ പറയുന്ന ഫ്ലെയിം ഹാർഡനിങ് പ്രോസസ്സ് വഴി ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് വലിയ മെഷീൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരിക്കലും ഈ പറയുന്ന എക്യുപ്മെന്റ്സിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ നമ്മുടെ ഈ വെൽഡിംഗ് ടോർച്ച് നമുക്ക് എക്യുപ്മെന്റ്സിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ പറ്റും. സോ അങ്ങനെയുള്ള ബൾക്കി മെഷീൻസിനൊക്കെ ഹാർഡനിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദിസ് പ്രോസസ് ക്യാൻ ബി യൂസ്ഡ്. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡെപ്ത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ഈസ് പ്യൂർലി ബേസ്ഡ് ഓൺ നമ്മുടെ വെൽഡിംഗ് ടോർച്ചിൻ്റെ ആ ഒരു അക്യുറസി അനുസരിച്ചിരിക്കും. സോ നമുക്ക് ഡെപ്ത് കറക്റ്റ്ലി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. സോ ഇത് തിൻ മെറ്റീരിയൽസിന് കഴിവതും നമ്മളിത് പ്രിഫർ ചെയ്യാറില്ല. പിന്നെ നമ്മൾ എക്സ്ട്രാ കാർബൺ ഓർ നൈട്രജൻ ഒന്നും ഇതിനകത്ത് ആഡ് ചെയ്യുന്നത്. സോ മെറ്റീരിയലിനകത്തു നിന്ന് തന്നെ വേണം ഇത് ആ ഒരു ഹാർഡനിങ്ങിനുള്ള സോഴ്സ് കണ്ടുപിടിക്കാൻ. സോ ഇറ്റ് ഈസ് മെയിൻലി ലോ കാർബൺ സ്റ്റീലിൽ നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇറ്റ്സ് പ്രധാനമായിട്ടും മീഡിയം കാർബൺ സ്റ്റീൽ 0.35 to 0.60% കാർബൺ കണ്ടന്റ് ഉള്ളതാണ് ജനറലി യൂസ് ചെയ്യുന്നത്. സോ ആപ്ലിക്കേഷൻസ് വരുന്നത്, കോമൺ ആപ്ലിക്കേഷൻസ് ഓഫ് ഫ്ലെയിം ഹാർഡനിങ് ഇൻക്ലൂഡ്സ് കേസസ് വെയർ ഡെപ്ത് ഓഫ് ഹാർഡ്നെസ് ഇസ് നോട്ട് ക്രിട്ടിക്കൽ. അതായത് ഡെപ്ത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കേസസിലാണ് നമ്മളിവിടെ ഒരു പ്രോസസ്സ് ചെയ്യുന്നത്. ഗിയർ ടീത്ത്, സിലിണ്ടറിക്കൽ പിൻസ്, ലേത്ത് ബെഡ്സ്, ക്യാം സർഫസ്, എഞ്ചിൻ പുഷ് റോഡ്സ്, പുള്ളീസ് ആൻഡ് സ്പ്രോക്കറ്റ് ടീത്ത് ഒക്കെ ഈ ഒരു മെത്തേഡ് വഴി നമുക്ക് ഹാർഡൻ ചെയ്യാൻ പറ്റും. സോ നെക്സ്റ്റ് പ്രോസസ് ഇൻഡക്ഷൻ ഹാർഡനിങ്. സോ ഇൻഡക്ഷൻ ഹാർഡനിങ് വെച്ച് നമുക്കൊരു ഹാർഡ് ആൻഡ് വെയർ റെസിസ്റ്റൻസ് സർഫസ് കിട്ടും വിത്ത് എ സോഫ്റ്റ് കോർ ഇൻ സ്റ്റീൽ. അതായത് ഇൻസൈഡ് സോഫ്റ്റ് ആയിരിക്കും, ഔട്ട്സൈഡ് ഹാർഡ് ആൻഡ് വെയർ റെസിസ്റ്റൻ്റ് ആയിരിക്കും. This process involves induction heating using various shape of induction heating coils. Induction coils വെച്ചിട്ടാണ് നമ്മൾ ഇത് നോർമലി ചെയ്യുന്നത്. The job to be hardened is placed in an induction coil that comprises several turns of copper wire. Copper wires കൊണ്ട് നമ്മൾ ഈ ഒരു ഇതിനെ ടേൺ ചെയ്യുന്നു. A high frequency current is passed through a copper block which acts as a primary coil of transformer. This sets up an alternating magnetic field and induces an alternating current.
This current produces heating effect on the job's surface. Surface or heating. This process, or transformer processor produces a current on the job in the surface. Job in the workpiece in the surface or heating producing. The temperature is around 750 to 800 degrees Celsius. The heated surface is immediately quenched by a spray of water. Then rapid process, hardness about 8.8 millimeter can be achieved in 1 to 5 seconds. So rapid process, induction hardening and a rapid process. And the actual time taken depends on the power input and depth of hardening and frequency of current. It is used generally for camshaft, crankshaft, gears and various automobile parts. Let's look what are the advantages, disadvantages and application of induction hardening. It's a fast process. Prior preparation warm up time regular shapes easily handle thickness proper control flame hardening issue thickness control so current amount and frequency thickness proper control even skilled operator use accuracy and another one is induction hardening often offers outstanding resistance to warpage, distortions, oxidation and scaling. The defects warpage, distortions, oxidation, scaling പോലുള്ള distortions നമുക്ക് avoid ചെയ്യാൻ പറ്റും കാര്യം വളരെ rapid process ആണ് ചെറിയ ഏരിയ മാത്രമേ ഇത് ഹീറ്റ് ചെയ്യുന്നുള്ളൂ. Disadvantages വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എക്സ്ട്രാ കാർബൺ ആൻഡ് നൈട്രജൻ ഒന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് മീഡിയം കാർബൺ സ്റ്റീലിന് മുകളിലേക്ക് മാത്രമേ ഇതിനെ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഹൈ ഹാർഡ്നെസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൈ അലോയ് സ്റ്റീൽ തന്നെ ഇവിടെ യൂസ് ചെയ്യാം. കൂടുതൽ കാർബൺ കണ്ടന്റ് ഉള്ള ഹൈ അലോയ് സ്റ്റീൽസ് തന്നെ യൂസ് ചെയ്യേണ്ടി വരും. ആപ്ലിക്കേഷൻസ് വരുന്നത് ഇറഗുലർ ഷേപ്സും റെഗുലർ ഷേപ്സും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ജനറലി ക്യാം, ഗിയർ ടീത്ത്, ഷാഫ്റ്റ് സ്പൈൻസ്, ബിയറിംഗ്, സർഫേസ് ഓഫ് ഓട്ടോമൊബൈൽ, ക്രാങ്ക് ഷാഫ്റ്റ്, പമ്പ് ഷാഫ്റ്റ്, പിസ്റ്റൺ റോഡ്സ്, ബോൾ ആൻഡ് റോളർ ബെയറിംഗ്സ്, ചെയിൻ ലിങ്ക്സ് ഒക്കെ നമുക്ക് ഈ ഒരു മെത്തേഡ് വഴി നമുക്ക് ഹാർഡൻ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വി ഹാവ് ലേസർ ഹാർഡനിങ് പ്രോസസ്. ഇവിടെ നമ്മളൊരു ലേസർ ബീം യൂസ് ചെയ്തിട്ടാണ് ഹാർഡനിങ് ചെയ്യുന്നത്. സോ ഫ്ലെയിം ഹാർഡനിങ്ങിന് നമ്മൾ ഓക്സിഅസിലീൻ ഫ്ലെയിം യൂസ് ചെയ്ത് ഇവിടെ ഒരു ലേസർ ബീം യൂസ് ചെയ്യുന്നു. പക്ഷെ ഇവിടെ ഈ ലേസർ ബീമിനെ അബ്സോർബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നമുക്ക് വേണ്ട ഏരിയയിൽ ഒരു ഫോസ്ഫേറ്റ് കോട്ടിങ് ആദ്യം തന്നെ ചെയ്യണം. എങ്കിൽ മാത്രമേ ഇത് ഈ ലേസർ ബീമിനെ അബ്സോർബ് ചെയ്യത്തുള്ളൂ. Then it is heated to due to this laser beam it is heated to around 900 to 1400 degrees Celsius. By varying the power of the laser, the depth of absorption can be controlled. പിന്നെ ഇതിനകത്ത് ഒരു പ്രധാന ഫീച്ചർ എന്ന് പറയുന്നത് ഇറ്റ്സ് സെൽഫ് ക്വെഞ്ച്ഡ് ആൻഡ് ടെമ്പേർഡ്. അത് ഓട്ടോമാറ്റിക്കലി മെറ്റീരിയൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് റാപ്പിഡ് കൂളിംഗ് ചെയ്യും. അതാണ് സെൽഫ് ക്വെഞ്ചിങ് എന്ന് പറയുന്നത്. ദെൻ മേജർ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് ഹയർ ടെമ്പറേച്ചർ ഓസ്മോനൈറ്റ് ടെമ്പറേച്ചറിലേക്ക് പോകുന്നു, അതിനുശേഷം ഇത് റാപ്പിഡ് കൂളിംഗ് ചെയ്യുന്നു, അല്ലെ സെൽഫ് ക്വെഞ്ചിങ് ചെയ്യുന്നു. സോ അതുകൊണ്ട് തന്നെ ഓസ്മോനൈറ്റ് ടെമ്പറേച്ചറിൽ ഇതിൻ്റെ സ്ട്രക്ചർ ചേഞ്ച് ചെയ്യുന്നു. അതിനുശേഷം ഓസ്മോനൈറ്റിൽ നിന്ന് റാപ്പിഡ് കൂളിംഗ് ആയതുകൊണ്ട് മാർട്ടൻസൈറ്റ് സ്ട്രക്ചറിലേക്കാണ് ഇത് ട്രാൻസ്ഫർ ആകുന്നത്. മാത്രമല്ല സെൽഫ് കൂളിംഗ് ആയതുകൊണ്ട് കൂടുതൽ നീറ്റാണ്. ദെൻ ഒരു ഡെപ്ത് 0.1 to 1.5 millimeter ഡെപ്ത് വരെ നമുക്ക് ഇതിന് യൂസ് ചെയ്യാൻ പറ്റും. Then what are its applications? The major applications used exclusively on ferrous materials for hardening include steels and cast iron with a carbon content of more than 0.2%. As heating is done selectively, distortion is minimized and core remains soft. Since no quenching media is involved, the hardening process is clean and workpiece need not be cleaned. So it is mainly used in automobile industry for axle shaft housings and power steering gear housings. So next we have electron beam hardening. So electron beam hardening is similar to laser beam hardening. ഇവിടെ ആകെ ഒരു ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലേസർ ബീം ഹാർഡനിങ് ലേസർ യൂസ് ചെയ്തു, അതിന് പകരം നമ്മളിവിടെ ഹൈ എനർജി ഇലക്ട്രോൺസ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ഈ ഹൈ ബീം ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് കോയിലും യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓസ്മോനൈറ്റ് ടെമ്പറേച്ചറിൽ നിന്ന് നമുക്ക് മാർട്ടൻസൈറ്റ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നു. there is a self quenching process also undergoing here. Then the depth generally occurs is 0.1 to 1.5 millimeter ആണ്. മാത്രമല്ല ഇത് വളരെ accurate and precise process ആണ്, similar to laser hardening. So next we have strengthening of materials. So നമുക്ക് എന്തൊക്കെയാണ് ഒരു മെറ്റീരിയലിനെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള മെക്കാനിസംസ്.
So generally നമുക്കൊരു മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ it should have a high strength with some amount of ductility and toughness. സോ അങ്ങനെ ഒരു മെക്കാനിക്കൽ പ്രോപ്പർട്ടിയെ നമുക്ക് ഇഷ്ടമനുസരിച്ച് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് പല മെത്തേഡ്സ് ഉണ്ട്. സോ പ്രധാനമായിട്ടും ഒരു മെറ്റീരിയലിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അതിന്റെ ഡിസ്ലൊക്കേഷൻ മൂവ്മെന്റ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത്. സോ ഒരു ഡിസ്ലൊക്കേഷൻ ഈസിലി മൂവ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ഈസിലി പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ ചെറിയ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അത് പ്ലാസ്റ്റിക്കിൽ ഡിഫോം ചെയ്യും. ദാറ്റ് മീൻസ് അതിന്റെ സ്ട്രെങ്ത് കുറവാണ്. സോ അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് ഹൈ സ്ട്രെങ്തിലേക്ക് നമുക്ക് കൊണ്ടുവരണം. സോ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് വി ഇൻട്രൊഡ്യൂസ് ഒബ്സ്ട്രക്ഷൻസ്. നമുക്ക് ഈ ഡിസ്ലൊക്കേഷൻ മൂവ്മെന്റിൽ നമ്മൾ ഒബ്സ്ട്രക്ഷൻസ് നമ്മൾ കൊടുക്കും. അതായത് നമുക്ക് ഒരു കൗണ്ടർ ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ഒരു മൂവ്മെന്റിനെ തടസ്സപ്പെടുത്താൻ നമ്മൾ നോക്കും. സോ അതാണ് നമ്മൾ അവിടെ ജനറലി ചെയ്യുന്നത്. സോ ആ ഒരു പ്രിൻസിപ്പിളാണ് ജനറലി എല്ലാ സ്ട്രെങ്തനിങ് മെക്കാനിസത്തിനും യൂസ് ചെയ്യുന്നത്. നമ്മൾ സിംഗിൾ ഫേസും ഉണ്ട്, മൾട്ടി ഫേസ് മെറ്റീരിയൽസും ഉണ്ട്. സിംഗിൾ ഫേസ് മെറ്റീരിയൽസിന് ജനറലി നമ്മൾ യൂസ് ചെയ്യുന്നത് മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ ഗ്രെയിൻ സൈസ് റിഡക്ഷൻ, സോളിഡ് സൊല്യൂഷൻ സ്ട്രെങ്തനിങ് ആൻഡ് വർക്ക് ഹാർഡനിങ് ആണ്. ആൻഡ് ഫോർ മൾട്ടി ഫേസ് മെറ്റീരിയൽസ് വി യൂസ് precipitation and dispersion hardening techniques. സ്ട്രെങ്തനിങ് മെക്കാനിസത്തിൽ ഫസ്റ്റ് ഉള്ളത് ഗ്രെയിൻ സൈസ് റിഡക്ഷൻ ആണ്. നമ്മൾ ഗ്രെയിൻസ് പഠിച്ചു, അതായത് ഒരു മെറ്റീരിയൽസിനകത്ത് ഉള്ള ആറ്റത്തിന്റെ അറേഞ്ച്മെന്റ്സിനെയാണ് ഗ്രെയിൻസ് എന്ന് നമ്മൾ പറഞ്ഞു. സോ അലോങ് ദ ഗ്രെയിൻ ബൗണ്ടറി, ഇപ്പം നമുക്ക് കുറേ ഗ്രെയിൻസ് ഉണ്ട്, നമുക്ക് ഗ്രെയിൻ ബൗണ്ടറീസും ഉണ്ട്. അപ്പം നേരത്തെ പറഞ്ഞു നമ്മൾ ഒരു സ്ലിപ്പ് അല്ലെങ്കിൽ ഒരു ഡിസ്ലൊക്കേഷൻ മൂവ്മെന്റ് മൂവ് ചെയ്യുന്നത് അലോങ് ദ ഗ്രെയിൻ ബൗണ്ടറീസ് ആയിരിക്കും എന്ന് പറഞ്ഞു. സോ ഒരു ഗ്രെയിനിന്റെ ബൗണ്ടറിയിലെത്തി, അലോങ് ദ ഒരു ബൗണ്ടറി റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ നോർമലി സ്ലിപ്പ് മൂവ് ചെയ്ത് അതിന്റെ ബൗണ്ടറിയിലെത്തി. എത്തിക്കഴിഞ്ഞാൽ അത് വേറൊരിടത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് മതിയാവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രെയിൻ ബൗണ്ടറിയിൽ ആ ഗ്രെയിനും ഇപ്പം ഇത് മൂവ് ചെയ്ത് വന്ന ഗ്രെയിനും ഇത് മൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഗ്രെയിനും രണ്ടും രണ്ട് അലൈൻമെന്റിലായിരിക്കും, അല്ലെങ്കിൽ രണ്ട് പ്ലെയിനിലാവാം, അല്ലെങ്കിൽ രണ്ട് അലൈൻമെന്റിലാവാം. സോ നോർമലി നമ്മളിപ്പോൾ അപ്ലൈ ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതലായിട്ടൊരു ഫോഴ്സ് നമ്മൾ കൊടുത്തെങ്കിൽ മാത്രമേ ഈ ഡിസ്ലൊക്കേഷൻ മൂവ്മെന്റിന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു ഗ്രെയിൻ ബൗണ്ടറിയിൽ നിന്ന് അടുത്ത ഗ്രെയിൻ ബൗണ്ടറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഫൈൻ ഗ്രെയിൻഡ് സ്ട്രക്ചർ ആണെങ്കിൽ, നമ്മൾ ഡിഫറെന്റ് ഗ്രെയിൻ സ്ട്രക്ചേഴ്സ് പഠിച്ചു, അതിനകത്ത് ഫൈൻ ഗ്രെയിൻഡ് ഉണ്ടെന്ന് പറഞ്ഞു, കോഴ്സ് ഗ്രെയിൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഫൈൻ ഗ്രെയിൻ ആണെങ്കിൽ അതിന് കൂടുതൽ ഗ്രെയിൻ ബൗണ്ടറി ഏരിയാസ് ഉണ്ട്. കാര്യം അത് ഫൈനർ ആയതുകൊണ്ട് കൂടുതൽ ബൗണ്ടറി ഏരിയാസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഡിസ്ലൊക്കേഷൻ മൂവ്മെന്റ് ഇമ്പോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് കൂടുതൽ പവർ അല്ലെങ്കിൽ കൂടുതൽ എനർജി അല്ലെങ്കിൽ കൂടുതൽ ലോഡ് അപ്ലൈ ചെയ്യേണ്ടി വരും. ഇതെന്താണ് അതിനർത്ഥമാക്കുന്നത്? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈൻ ഗ്രെയിൻ സ്ട്രക്ചർ ആണെങ്കിൽ നമുക്ക് കൂടുതൽ ലോഡ് അപ്ലൈ ചെയ്യണം. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈൻ ഗ്രെയിൻ സ്ട്രക്ചർ ആണെങ്കിൽ അതിന് കൂടുതൽ സ്ട്രെങ്ത് ഇൻബിൽട്ട് ആയിട്ട് സ്ട്രെങ്ത് ഉണ്ട്. കോഴ്സ് ഗ്രെയിൻസ് ആണെങ്കിൽ നമുക്ക് അത്രയും ലോഡ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അത് ഡിസ്ലൊക്കേഷൻ ട്രാൻസ്ഫർ ചെയ്ത് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ കണ്ടിന്യൂ ചെയ്യും. സോ അതിൻ്റെ സ്ട്രെങ്ത് കുറവായിരിക്കും. സോ ഓൾവേസ് ഫൈൻ ഗ്രെയിൻ മെറ്റീരിയൽസിന് ഹയർ സ്ട്രെങ്തും ഹാർഡ്നെസ്സും ആയിരിക്കും. അതുപോലെ തന്നെ കോഴ്സ് ഗ്രെയിൻ മെറ്റീരിയൽസ് വിൽ ഹാവ് ലോവർ സ്ട്രെങ്ത് ആൻഡ് ഹാർഡ്നെസ് കമ്പയർഡ് ടു ഫൈൻ ഗ്രെയിൻഡ് വൺ. നെക്സ്റ്റ് വി ഹാവ് ടു സ്റ്റഡി ഈസ് വർക്ക് ഹാർഡനിങ് ഓർ സ്ട്രെയിൻ ഹാർഡനിങ്. ഞാനിത് നേരത്തെയും പല ക്ലാസ്സസിലും പറഞ്ഞിട്ടുണ്ട് എന്താണ് വർക്ക് ഹാർഡനിങ് അല്ലെങ്കിൽ സ്ട്രെയിൻ ഹാർഡനിങ്. ഇവിടെ നമ്മൾ എന്താണ് ഇതിനകത്ത് സംഭവിക്കുന്നതെന്നാണ് നമ്മൾ പഠിക്കുന്നത്. ജനറലി എന്താണ് വർക്ക് ഹാർഡനിങ് അല്ലെങ്കിൽ സ്ട്രെയിൻ ഹാർഡനിങ്. അതായത് നമ്മളൊരു മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ ഈ മെറ്റീരിയൽ ഒരു കോൾഡ് വർക്കിംഗ് പ്രോസസ്സിനകത്തൂടെ അണ്ടർഗോ ചെയ്യുന്നു. അങ്ങനെ ഈ കോൾഡ് വർക്കിംഗ് പ്രോസസ്സിലൂടെ ഈ ഒരു മെറ്റീരിയൽ അണ്ടർഗോ ചെയ്യുമ്പം അതിൻ്റെ ഇൻബിൽട്ട് സ്ട്രെങ്ത് അല്ലെങ്കിൽ അതിന് നോർമലി ഉണ്ടാവേണ്ട സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യും. അതായത് സപ്പോസ് ഒരു പർട്ടിക്കുലർ മെറ്റീരിയൽ ഒരു 10 kN ഫോഴ്സ് ആണ് ഇതിന് മാക്സിമം വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ കോൾഡ് വർക്കിംഗ് പ്രോസസ്സിനകത്തൂടെ പോയി വീണ്ടും നമ്മൾ ലോഡ് റിലീസ് ചെയ്തു. അങ്ങനെ പ്രോസസ്സ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണെങ്കിൽ ചിലപ്പം അത് 10 kN കൂടുതൽ ഫോഴ്സ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ടാകും. കാരണം ഇതിൻ്റെ ഇന്റേണൽ സ്ട്രക്ചേഴ്സിനകത്ത് ചേഞ്ചസ് ഉണ്ടാവും. സോ ആ ഒരു ഇന്റേണൽ സ്ട്രക്ചേഴ്സിനകത്ത് എന്താണ് ചേഞ്ചസ് എന്നാണ് നമ്മളിവിടെ പഠിക്കുന്നത്. സോ നമ്മൾ പറഞ്ഞു ഈ ഒരു പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ജനറലി ഉണ്ടാകുന്നത് ഡിസ്ലൊക്കേഷൻ മൂവ്മെന്റ്സ് വഴിയാണ്. അപ്പം എവിടെയാണെങ്കിലും ഈ നേരത്തെ നമ്മൾ തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചു ഈ ഗ്രെയിൻ ബൗണ്ടറീസ് നമ്മൾ
അലൈൻമെൻറ്റിനകത്ത് ചേഞ്ച് ഉണ്ടാകുമ്പോൾ കൂടുതൽ ലോഡ് അപ്ലൈ ചെയ്യേണ്ടി വരുന്നത്. സോ അലോങ് ദ ഗ്രെയിൻ ബൗണ്ടറീസ് അല്ലെങ്കിൽ ഒരു ഡിസ്ലൊക്കേഷൻ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യുമ്പം കൂടുതൽ ഡിസ്ലൊക്കേഷൻസ് നമുക്ക് ഒരു പല പല ഗ്രെയിൻസിനകത്ത് പല പല ഡിസ്ലൊക്കേഷൻസ് ആയി. ഈ കൂടുതൽ ഡിസ്ലൊക്കേഷൻസ് തമ്മിൽ ഇൻട്രാക്ഷൻസ് ഉണ്ടാകും. സോ ഇങ്ങനെ കൂടുതൽ ഇൻട്രാക്ഷൻസ് ഉണ്ടാകുമ്പം അവിടെ ഈ ഒരു ഡിസ്ലൊക്കേഷൻ മൂവ്മെൻറ്റിന് അല്ലെങ്കിൽ അതിൻ്റെ ഒരു മൊബിലിറ്റിക്ക് ഒരു ഡിക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ് ഇൻ മൊബിലിറ്റി അല്ലെങ്കിൽ അതിനൊരു ഒരു ഹിൻഡ്രൻസ് അല്ലെങ്കിൽ ഒരു ബാരിയർ ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനൊരു തടസ്സം ഉണ്ടാവുക ആ ഒരു മൂവ്മെൻറ്റിന്. സോ അങ്ങനെ ഒരു ഡിസ്ലൊക്കേഷൻ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ഒരു തടസ്സം ഉണ്ടാകുമ്പോൾ നോർമലി എന്താ സംഭവിക്കുന്നത്, ആ മെറ്റീരിയൽ കൂടുതൽ സ്ട്രെങ്തൻ ആവും. അതാണ് ജനറലി ഈ വർക്ക് ഹാർഡനിങ് പ്രോസസ്സിനകത്ത് നടക്കുന്നത്. സോ നമ്മളൊരു ക്യൂബിക് സ്ട്രക്ചർ ഈസ് ഓൾവേസ് the rate of strain hardening is higher in metals with cubic structures as compared to HCP. ഒരു എക്സ്റ്റേണൽ ക്ലോസ് പാക്കിങ്ങിനെ അപേക്ഷിച്ച് ക്യൂബിക് സ്ട്രക്ചേഴ്സിനകത്തായിരിക്കും വർക്ക് ഹാർഡനിങ് ഉള്ള പോസിബിലിറ്റി കൂടുതൽ. സോ ഇത് പ്രധാനമായിട്ടും ഈ പറയുന്ന കോൾഡ് വർക്കിംഗ് പ്രോസസ്സിനകത്താണ് ഇത് നടക്കുന്നത്. ഹോട്ട് വർക്കിങ്ങിനകത്ത് സ്ട്രെയിൻ ഹാർഡനിങ് ഉണ്ടാകത്തില്ല, കോൾഡ് വർക്കിങ്ങിനകത്താണ് പ്രധാനമായിട്ട് നടക്കുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞ സ്ട്രെയിൻ ഹാർഡനിങ് പ്രോസസ്സ് നടക്കുന്നതിൻ്റെ ഒരു സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ, ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. So when a material deforms, there is some distortion of lattice structure. This distortion is greatest on slip planes and grain boundaries and increases with increasing deformation. Deformation കൂടുന്നതനുസരിച്ച് കൂടുന്നു. This is manifested by an increase in resistance to further deformation. So here along the slip plane it creates a resistance to the further deformation. Now the material is said to be undergoing strain hardening or work hardening. So ഇവിടെ ഒരു സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് കേർവ് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ yield strength എന്ന് പറഞ്ഞാൽ സിഗ്മ y0 ആണ്. P0 എന്ന് പറഞ്ഞാൽ പോകുന്ന ഗ്രാഫ്, ഫസ്റ്റ് ഗ്രാഫ്, അതായത് നിയർ ദ ഒറിജിൻ, അവിടുന്ന് മുകളിലേക്ക് പോകുന്ന ഡി വരെ പോകുന്ന ആ ഗ്രാഫ്. സോ ഡി വരെ എത്തിക്കഴിയുമ്പോൾ പ്ലാസ്റ്റിക്കിൽ ഡിഫോം ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ആ ലോഡ് വിഡ്രോ ചെയ്യുന്നു. സോ ഈ പ്ലാസ്റ്റിക് ഡിഫോമേഷൻ ആയതുകൊണ്ട് ഇറ്റ് ടേക്സ് അനദർ പാത്ത് ആൻഡ് മൂവ്സ് ഡൗൺ, അത് തിരിച്ച് 0th പോയിന്റിലേക്ക് വരുന്നു. പക്ഷെ ആ പാത്തിൽ കൂടെ അല്ല, ഇനീഷ്യലി അത് സ്റ്റാർട്ട് ചെയ്ത പാത്തിൽ കൂടെ അല്ല, എൻ്റെ തൊട്ടടുത്തൊരു പാത്തിൽ കൂടെ വന്ന് 0യിലേക്ക് തിരിച്ചു വരുന്നു. സോ ഞാനിതിനെ വീണ്ടും ലോഡ് ചെയ്യാൻ, ലോഡ് റീഅപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാം ഇവിടെ yield strength എന്ന് പറഞ്ഞാൽ സിഗ്മ y1 വരെ എക്സ്റ്റെൻഡ് ചെയ്തു. നേരത്തെ ഡി വരെയായിരുന്നു ഉണ്ടായിരുന്നത്, അത് സിഗ്മ y0 ആയിരുന്നു. പക്ഷെ ഇപ്പോൾ അതിലും കൂടുതലായിട്ട് അതിന് yield strength ഇൻക്രീസ് ആയി, സിഗ്മ y1 ആയിട്ട് ഇൻക്രീസ് ആയി. ഇതാണ് സ്ട്രെയിൻ ഹാർഡനിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വി ഹാവ് സോളിഡ് സൊല്യൂഷൻ ഹാർഡനിങ്. സോളിഡ് സൊല്യൂഷൻ ഹാർഡനിങ്ങും ഒരു സിംഗിൾ ഫേസ് മെറ്റീരിയൽ അല്ലെങ്കിൽ പ്യൂർ മെറ്റലിന് കൊടുക്കുന്ന ഒരു സ്ട്രെങ്തനിങ് മെക്കാനിസമാണ്. ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നത് ഒരു ഇംപ്യൂരിറ്റി, അത് ഒരു ഫോറിൻ ആറ്റത്തിനെ നമ്മുടെ ഒരു ഫോറിൻ ആറ്റം വെച്ച് നമ്മൾ ഈ പ്യൂർ മെറ്റലിനെ അലോയിങ് ചെയ്യുക. Metal can be hardened by alloying with impurity atoms to form substitution or interstitial solid solutions. So ഇങ്ങനെ ഒരു impurity atom ഉണ്ടാകുമ്പോൾ ആ ഒരു impurity atom produces a lattice strain within the material. So ഇങ്ങനെ ഒരു lattice strain ഉണ്ടാകുമ്പോൾ it interact with the dislocation. So അത് ഡിസ്ലൊക്കേഷൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യും. ഈ ഒരു lattice strain കാരണം ഈ ഒരു ഡിസ്ലൊക്കേഷൻ മൂവ്മെന്റിനെ അത് റെസ്ട്രിക്ട് ചെയ്യുകയും ചെയ്യുന്നു. സോ അങ്ങനെ ഒരു ഡിസ്ലൊക്കേഷൻ മൂവ്മെന്റ് റെസ്ട്രിക്ഷൻ വരുമ്പോൾ കൂടുതൽ ലോഡ് അപ്ലൈ ചെയ്യണം. സോ അതുവഴി നമ്മുടെ മെറ്റീരിയലിനെ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് precipitation hardening എന്ന് പറഞ്ഞ പ്രോസസ്സാണ്. ഇതും ഒരു സ്ട്രെങ്തനിങ് പ്രോസസ്സ് തന്നെയാണ്. അതായത് നമ്മൾ ഒരു പർട്ടിക്കുലർ മെറ്റീരിയലിന് ഒരു പർട്ടിക്കുലർ മെട്രിക്സ് കാണും, അതിൻ്റെ അറേഞ്ച്മെൻറ്റ് അറ്റോമിക് അറേഞ്ച്മെൻറ്റിന് ഒരു പർട്ടിക്കുലർ മെട്രിക്സ് ഉണ്ടാവും. സോ അതിനകത്തേക്ക് നമ്മൾ നേരത്തെ ചെയ്ത പോലെ സോളിഡ് സൊല്യൂഷൻ ഹാർഡനിങ്ങിനകത്ത് ചെയ്തതിന് സിമിലർ ആയിട്ട് തന്നെ ഒരു സെക്കൻഡ് ഫേസ് മെറ്റീരിയൽ അത് ആഡ് ചെയ്യുക. അത് ഈ പുതിയ മെട്രിക്സിനകത്തേക്ക്, പഴയ എക്സിസ്റ്റിംഗ് മെട്രിക്സിനകത്തേക്ക് ഈ സെക്കൻഡ് ഫേസ് മെട്രിക്സ് ആഡ് ചെയ്യുമ്പം നമുക്ക് നേരത്തെ സംഭവിച്ച പോലെ തന്നെ ഒരു ഫോറിൻ പാർട്ടിക്കിൾ എന്നുള്ള രീതിയിൽ we'll get a more hardened surface. So ഇതിന് മറ്റൊരു പേരാണ് edge hardening എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. Edge hardening is also used to designate this procedure because the strength develops with passage of time even when the alloy is not subjected to any heat treatment. The alloy system which can be subjected to precipitation hardening should display two essential characteristics. So നമുക്ക് ഒരു precipitation hardening
ഒരു മെറ്റീരിയൽ ഒരു അലോയ്ക്ക് ഉണ്ടാവണമെന്നെങ്കിൽ രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവണം. ഒന്ന്, an appreciable maximum solid solubility of one component in another. ഒരു കമ്പോണന്റ് മറ്റേ കമ്പോണന്റിൽ അപ്രീഷ്യബിൾ ആയിട്ട് പറ്റുന്നത്ര ഒരു പർട്ടിക്കുലർ സൊല്യൂഷൻ സോലിബിലിറ്റി ഉണ്ട്, ആ ഒരു റേഞ്ച് അതിനുണ്ടാവണം. സെക്കൻഡ്, എ സോളിഡ് സോലിബിലിറ്റി ലിമിറ്റ് ദാറ്റ് ഡിക്രീസസ് വിത്ത് fall in temperature. ടെമ്പറേച്ചർ കുറയുന്ന അനുസരിച്ച് ഈ സോളിഡ് സൊല്യൂഷൻ സോലിബിലിറ്റി ലിമിറ്റ് കുറയണം. സോ ഈ രണ്ട് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന precipitation hardening കോമ്പൗണ്ട് ആകാൻ പറ്റത്തുള്ളൂ. സോ കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അലൂമിനിയം, കോപ്പർ, അലൂമിനിയം, സിലിക്കൺ, കോപ്പർ, ബേരിയം, കോപ്പർ സിങ്ക്, കോപ്പർ ടിൻ, മഗ്നീഷ്യം, അലൂമിനിയം, ഇതൊക്കെ. ഈ ഒരു precipitation hardening പ്രധാനമായിട്ടും രണ്ട് പ്രോസസ്സാണ് ഉള്ളത്, അല്ലെങ്കിൽ രണ്ട് ഹീറ്റ് ട്രീറ്റ്മെന്റ് സ്റ്റെപ്സ് ആണുള്ളത്. ഒന്ന് സൊല്യൂഷൻ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നതാണ്. നമ്മുടെ ഇപ്പോൾ താഴെ ഒരു ഫിഗർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ഗ്രാഫിനകത്ത് ലോവർ പോയിന്റിൽ നിന്ന് റൈസ് ചെയ്ത് ഏറ്റവും മുകളിൽ വരെ ടെമ്പറേച്ചർ T0 വരെ റൈസ് ചെയ്യുന്നു. സോ ആ ഒരു പ്രോസസ്സിനെയാണ് സൊല്യൂഷൻ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് എന്താണ് സംഭവിക്കുന്നത്? ദ ഫസ്റ്റ് ഈസ് നോൺ ആസ് സൊല്യൂഷൻ ട്രീറ്റ്മെന്റ്, ഇൻ വിച്ച് ഓൾ ദ സൊല്യൂട്ട് ആറ്റംസ് ആർ മെയ്ഡ് ടു ഡിസോൾവ് ഇൻ സോൾവെന്റ് മെറ്റൽ ടു ഫോം എ സിംഗിൾ ഫേസ് സോളിഡ് സൊല്യൂഷൻ. അതായത് മൊത്തം സൊല്യൂട്ട് ആറ്റംസും ഈ സോൾവെന്റ് മെറ്റലിൽ ഡിസോൾവ് ചെയ്യാൻ അനുവദിക്കുന്നു. സോ അങ്ങനെ ഒരു സിംഗിൾ ഫേസ് സോളിഡ് സൊല്യൂഷൻ നമുക്ക് ലഭിക്കുക. സോ ഇവിടെ നോക്കി രണ്ടാമത്തെ ഫിഗറിനകത്ത് ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. C0 എന്ന് പറയുന്നതാണ് നമ്മുടെ കോമ്പസിഷൻ എന്ന് പറയുന്നത്, അലോയ് കോമ്പസിഷൻ. അത് നമ്മൾ T0 ടെമ്പറേച്ചർ വരെ ഹീറ്റ് ചെയ്യുന്നു. സോ അങ്ങനെ അത് ആൽഫ ഫേസിലേക്ക് അത് കൺവേർട്ട് ആകുന്നു. ആൽഫ ഫേസ് എന്ന് പറഞ്ഞാൽ സിംഗിൾ ഫേസ് കോമ്പൗണ്ട് ആണ്. സോ ഈ സിംഗിൾ ഫേസ് കോമ്പൗണ്ടിൽ നിന്ന് നമ്മൾ ഒരു ക്വെഞ്ചിങ് ചെയ്യുക. സോ ഇത് ക്വെഞ്ച് ചെയ്ത് കഴിയുമ്പം എന്താ സംഭവിക്കുന്നത്? റാപ്പിഡ് കൂളിംഗ്. നോർമലി റാപ്പിഡ് കൂളിംഗ് ചെയ്യുമ്പം ഇത് ആൽഫ പ്ലസ് ബീറ്റ സൊല്യൂഷനിലേക്കാണ് പോകേണ്ടത്. പക്ഷെങ്കിൽ നമ്മളിവിടെ ഇനീഷ്യലി T0 എന്നുള്ള ടെമ്പറേച്ചറിൽ നിന്ന് ക്വെഞ്ച് ചെയ്തുകൊണ്ട്, കാരണം T0 എന്ന് പറയുന്ന ടെമ്പറേച്ചർ C0 കോമ്പസിഷന് അത് ആൽഫ റേഞ്ചിലാണ് അത് നിൽക്കുന്നത്. അവിടെ നിന്ന് ഇത് ക്വെഞ്ച് ചെയ്തുകൊണ്ട് തന്നെ ഇത് കംപ്ലീറ്റ്ലി ബീറ്റ ഫേസ് ഒന്നും ഉണ്ടാവത്തില്ല, കംപ്ലീറ്റ് ആൽഫ ഫേസിലായിരിക്കും അത് റൂം ടെമ്പറേച്ചറിലേക്ക് ക്വെഞ്ച് ചെയ്ത് കഴിയുമ്പോഴും ഉണ്ടാവുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ പറഞ്ഞുതരാം. സൊല്യൂഷൻ ട്രീറ്റ്മെന്റിൽ നമുക്ക് രണ്ടാമത്തെ ഫിഗർ നോക്കാം. രണ്ടാമത്തെ ഫിഗറിനകത്ത് മേളത്തെ പടം. സോ ഗ്രാഫ് ടെമ്പറേച്ചർ വേഴ്സസ് പെർസെൻറ്റേജ് ഓഫ് കോപ്പർ ആണ്. സോ ഇതിനകത്ത് C0 എന്ന് പറയുന്ന ഒരു കോമ്പസിഷൻ ഉണ്ട്. ആ കോമ്പസിഷൻ ഇപ്പം കറന്റ് റൂം ടെമ്പറേച്ചർ നോക്കുകയാണെങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ ഫേസിലാണ് അത് എക്സിസ്റ്റ് ചെയ്യേണ്ടത്. ഞാൻ അതിനെ T0 എന്ന് പറയുന്ന ടെമ്പറേച്ചറിലേക്ക് ഹീറ്റ് ചെയ്യുന്നു. സോ അത് ആൽഫ ഫേസിലേക്ക് പോകുന്നു. സോ ഞാൻ ഇതിനെ റാപ്പിഡ് ക്വെഞ്ചിങ് ചെയ്യുവാണ്. ക്വെഞ്ച് ചെയ്യുമ്പോൾ നോർമലി ഇത് ആൽഫ പ്ലസ് ബീറ്റ ഫേസിലേക്കാണ് പോകുന്നത്. പക്ഷേ ഈ T0 വരെ നമ്മൾ ഹീറ്റ് ചെയ്തിരുന്നത് കൊണ്ട് ഈ ആൽഫ എന്ന് പറയുന്നത് സിംഗിൾ ഫേസ് കോമ്പൗണ്ട് ആയിട്ട് തന്നെ അത് ക്വെഞ്ച് ചെയ്ത് കഴിയുമ്പോൾ അത് എൻഡ് ചെയ്യുന്നു. അതാണ് ഇവിടെ നമ്മുടെ ഫസ്റ്റ് ഫേസ് ട്രീറ്റ്മെന്റ്, സൊല്യൂഷൻ ട്രീറ്റ്മെന്റിനകത്ത് സംഭവിക്കുന്നത്. ഇനി വന്നിട്ട് സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? സെക്കൻഡ് സ്റ്റെപ്പ് വരുന്നത് precipitation ട്രീറ്റ്മെന്റ്. So here precipitation treatment, the second step is known as precipitation treatment, during which the supersaturated alpha solid solution is reheated to temperature T within the alpha plus beta phase region. So ഇതിനെ നമ്മൾ വീണ്ടും റീഹീറ്റ് ചെയ്യുക. ഏത് ഫേസിലേക്ക്? ആൽഫ പ്ലസ് ബീറ്റ റീജിയനിലേക്ക്, ടെമ്പറേച്ചർ Tയിലേക്ക് നമ്മൾ ഹീറ്റ് ചെയ്യുന്നു. സോ അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? At this temperature the diffusion rate becomes appreciable and the beta phase precipitates out as fine dispersely particles within the phase materials. After an approximate period of time, the alloy is cooled to room temperature. Thus, after precipitation treatment, the structure consists of beta phase precipitate particles dispersed in a matrix of alpha phase. അതായത് നേരത്തെ നമുക്ക് ആൽഫ ഫേസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ അതിനകത്തേക്ക് ബീറ്റ ഫേസ് ഇവിടെ precipitate ചെയ്ത് കയറുന്നു. അതാണ് ഇവിടെ സംഭവിച്ചത് after a particular time. The character of these beta particles and subsequent strength and hardness of the alloy depend on both the precipitation temperature and holding time at this temperature. ഇനി നമുക്ക് ഒന്ന് രണ്ട് ഫാക്ടേഴ്സ് കൂടി ഇതിനകത്ത് പഠിക്കാനുണ്ട്. ഒന്ന് ഓവർ ഏജിങ്, ഏജ് ഹാർഡനിങ്. ഏജ് ഹാർഡനിങ് നമ്മൾ ഓൾറെഡി ഇതിനകത്ത് പറഞ്ഞതിന് മറ്റൊരു പേരാണ് നാച്ചുറൽ ഏജിങ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഏജിങ്. സോ ഓവർ ഏജിങ് ആ പേരിനകത്ത് തന്നെയുണ്ട്. ഓവർ ഏജിങ്, കൂടുതലായിട്ട് ഏജ് ചെയ്യുക. സോ നമ്മൾ പറഞ്ഞ് ഇത് നമ്മളൊരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിലേക്ക് നമ്മൾ കീപ്പ് ചെയ്യാം. So for any particular temperature, there is an optimum time at which maximum strength and hardness can be obtained. ഒരു particular ടൈമിലാണ് maximum strength and hardness കിട്ടുന്നത്. Keeping the alloy beyond this period of time causes coarsening of the precipitate particles, resulting in loss of hardness and strength. This is known as over aging.
ആ ടൈമിൽ കൂടുതൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ സ്ട്രെങ്ത് ലോസ് ആവത്തുള്ളൂ. അതിനാണ് ഓവർ ഏജിങ് എന്ന് പറയുന്നത്. In many cases, strength and hardness are found to be increasing with passage of time even when the alloy is kept at room temperature. The precipitate particles form as the alloy ages. This is why the process is known as age hardening. In certain other alloys, appreciable precipitation can occur even at room temperature within a short period of time after quenching. This is natural aging. When quenching is followed by heating in order to form precipitate, the process is known as artificial aging. Dispersion hardening. നമ്മളിപ്പോൾ 3 ടൈപ്പ് ഹാർഡനിങ് പഠിച്ചു. അടുത്ത ഒരു പ്രോസസ്സ് വരുന്നതാണ് ഡിസ്പേർഷൻ ഹാർഡനിങ്. ഇത് നേരത്തെ പഠിച്ച പ്രോസസ്സിന് സിമിലർ ആണ്. ഇൻ ഡിസ്പേർഷൻ ഹാർഡൻഡ് അലോയ്സ് fine particles of one phase are introduced into another phase which is weaker and ductile. Weaker and ductile ആയ ഒരു മെറ്റീരിയലിലേക്ക് മറ്റൊരു phase, ഒരു സിംഗിൾ phase നമ്മൾ ആഡ് ചെയ്യുക. The soft phase is continuous and is called matrix, and the hard and stronger phase is called precipitate or dispersed phase. നമ്മൾ ഹാർഡൻ ചെയ്യാൻ വേണ്ടി ആഡ് ചെയ്യുന്നതിനാണ് ഡിസ്പേഴ്സ്ഡ് phase അല്ലെങ്കിൽ precipitate എന്ന് പറയുന്നത്. Though the dispersed phase is present in smaller amounts, it strengthens the matrix which is present in larger amount. The dispersed particles are to be small enough that they can impose obstacles to dislocation movement. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സിമിലർ ആണ്. അത് നമുക്കൊരു മെട്രിക്സ് ഉണ്ട്. മെട്രിക്സിനകത്ത് ഡിസ്ലൊക്കേഷൻ മൂവ്മെന്റ് ഉണ്ടാവും. ഈ ഡിസ്പേഴ്സ്ഡ് ഫേസ് അല്ലെങ്കിൽ ഹാർഡർ മെറ്റീരിയൽസ് എന്ത് ചെയ്യും, അവിടെ ഈ ഒരു മൂവ്മെന്റിന് ഒരു റെസ്ട്രിക്ഷൻ കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ അതിന് കൂടുതൽ ഹാർഡൻഡ് മെറ്റീരിയൽ ആയിട്ട് മാറുന്നത്. Next is mechanical working of metals. So what is mechanical working? It's defined as the process of effecting shape changes in materials by application of external force. ഒരു മെറ്റീരിയലിൽ ഒരു ഷേപ്പ് ചേഞ്ച് ഒക്കെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സിന്റെ ഹെൽപ്പോടുകൂടി ചേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ മെക്കാനിക്കൽ വർക്കിംഗ് എന്ന് പറയുന്നത്. അത് തന്നെ 2 ടൈപ്പ് ഉണ്ട്, കോൾഡ് വർക്കിങ്ങും ഹോട്ട് വർക്കിങ്ങും. ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള. കോൾഡ് വർക്കിംഗ് എന്ന് പറഞ്ഞാൽ നോർമൽ റൂം കണ്ടീഷനിൽ നമ്മൾ ചെയ്യുന്നതാണ്. മെറ്റീരിയൽ is said to be cold work if its grain are in distorted condition at the end of plastic deformation. That is, it occurs at normal room temperature ആണ്. Tensile strength, yield strength, hardness, ductility, electrical conductivity and resistance to corrosion are some of the properties so affected. And hot working, അതായത് elevated temperature നമ്മൾ ചെയ്യുന്നതാണ്. Mechanical working done above the recrystallization temperature is known as hot working. Below this temperature, the metal is prone to strain hardening and becomes harder and less ductile. But during hot working or soon after, the material will anneal itself and will remain soft and ductile after the processing. Next, we have an effect called Borschinger effect. നമുക്ക് 2 pieces of സെയിം മെറ്റീരിയൽ ഉണ്ട്. ഒരേ മെറ്റീരിയലിലെ 2 പീസസ്. ഇത് രണ്ടും നമുക്കൊരു ടെൻസൈൽ സ്ട്രെസ് അപ്ലൈ ചെയ്ത് ഒരു പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ അണ്ടർഗോ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഇപ്പോൾ 2 മെറ്റീരിയൽ ഉണ്ട്, രണ്ടും ടെൻസൈൽ ലോഡിങ് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഫസ്റ്റ് മെറ്റീരിയലിനെ ഞാൻ വീണ്ടും ടെൻസൈൽ ലോഡ് കൊടുക്കുന്നു, സെക്കൻഡ് വണ്ണിന് കംപ്രസീവ് ലോഡ് കൊടുക്കുന്നു. അപ്പം അങ്ങനെ കൊടുക്കുമ്പോൾ രണ്ടും സെയിം മെറ്റീരിയലാണ്. നോർമലി രണ്ടിനെയും പ്രോപ്പർട്ടീസ് ഒരുപോലെ തന്നെ വരേണ്ടതാണ്. പക്ഷെ ഇവിടെ നോക്കിയാൽ അറിയാം സെക്കൻഡ് വൺ അതിന് പെട്ടെന്ന് തന്നെ ഈൽഡ് ലിമിറ്റിലേക്ക് അത് എത്തുക, കംപ്രസീവ് ലോഡ് അപ്ലൈ ചെയ്തത്. It can be observed that the second one yields at a lower value of stress compared to the first one. നേരത്തേതിലും കുറഞ്ഞ ഒരു വാല്യൂവിൽ അത് yield ചെയ്യുന്നു. This means that the compressive yield stress is lesser than the tensile yield stress in magnitude. ഇവിടെ compressive yield stress tensile yield stressനേക്കാളും കുറവാണ്. This phenomenon is known as Borschinger effect, in which a material already subjected to tensile stress shows reduction in compressive stress. അതായത് ഓൾറെഡി ടെൻസൈൽ നമുക്ക് 2 മെറ്റീരിയൽ ഉണ്ടായിരുന്ന ആദ്യം രണ്ടും ടെൻസൈൽ ചെയ്തു, പിന്നെയാണ് ഒരെണ്ണം ടെൻസൈൽ ഒന്ന് കംപ്രസീവ് ചെയ്തത്. ആ കംപ്രസീവ് ചെയ്തതിനകത്താണ് yield strength കുറവായിട്ട് നമ്മൾ കണ്ടത്. സോ അങ്ങനെയുള്ളതിനകത്ത് പറയുന്നത് when a material is subjected to tensile strain, it shows a reduction in compressive strain. So this effect is seen on stress reversal also. The Borschinger effect plays an important role in mechanical processing of metallic materials. Here, metal forming process involving compressive loading and tensile loading are to be used alternatively to make use of this feature. Another important topic is recovery, recrystallization and grain growth. നമ്മൾ ഇതുവരെ ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ്സ് ഒക്കെ പഠിച്ചു. നമ്മളിവിടെ പറഞ്ഞ നമ്മൾ കോൾഡ് വർക്കിംഗ് പ്രോസസ്സ് ഒക്കെ ചെയ്യുന്നു. അങ്ങനെ ചെയ്ത് കഴിയുമ്പം നമ്മുടെ മെറ്റീരിയലിനകത്ത് ഒരു ക്രിസ്റ്റൽ സ്ട്രക്ചറിന് ചേഞ്ചസ് ഉണ്ടാകും, അല്ലെങ്കിൽ ഡിസ്റ്റോർഷൻ ഉണ്ടാകും.
സോ നമ്മൾ അതിനകത്ത് റെസിഡ്യുവൽ സ്ട്രെയിൻ അല്ലെങ്കിൽ റെസിഡ്യുവൽ സ്ട്രെസ് അതിനകത്ത് വിത്ത്സ്റ്റാൻഡ് ചെയ്യും. സോ ഇതിനെയൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അനീലിംഗ് പ്രോസസ്സ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞാൽ ഒരു ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സാണ്. സോ അനീലിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ചെയ്യുന്ന ഒരു ഹീറ്റ് ചെയ്യുന്നു, പിന്നെ അതിനെ സ്ലോലി കൂൾ ചെയ്യുന്നു. ഇതാണ് നമ്മുടെ പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് പ്രോസസ്സിനകത്ത് നടക്കുമ്പോൾ പ്രധാനമായിട്ടും 3 ഫാക്ടേഴ്സ് അല്ലെങ്കിൽ 3 കാര്യങ്ങളാണ് ഇതിന് നടക്കുന്നത്. ഒന്ന് റിക്കവറി, റീക്രിസ്റ്റലൈസേഷൻ ആൻഡ് ഗ്രെയിൻ ഗ്രോത്ത്. സോ അതെന്താണെന്നാണ് നമ്മൾ ഇനിയും പഠിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് റിക്കവറിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു റിക്കവറി, റീക്രിസ്റ്റലൈസേഷൻ ആൻഡ് ഗ്രെയിൻ ഗ്രോത്ത്. അപ്പോൾ ഈ 3 ഫേസസ് ആണുള്ളത്. അപ്പം നമുക്ക് ഓൾറെഡി നമുക്കൊരു കോൾഡ് വർക്ക് ചെയ്ത ഒരു മെറ്റൽ ഉണ്ടെങ്കിൽ നമ്മളിതൊരു സ്ലോ ടെമ്പറേച്ചർ പ്രോസസ്സാണ്, അല്ലെങ്കിൽ ഒരു ലോ ടെമ്പറേച്ചർ പ്രോസസ്സാണ്. അപ്പോൾ നമ്മൾ ഈ ഡിഫോം ചെയ്തിരിക്കുന്ന മെറ്റൽ നമ്മൾ ലോ ടെമ്പറേച്ചറിൽ നമ്മൾ അതിനെ ഹീറ്റ് ചെയ്യുന്നു. സോ ഇങ്ങനെ ലോ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഈ ആറ്റത്തിന് അതിൻ്റെ തൊട്ടടുത്തുള്ള ഇക്വിലിബ്രിയം പൊസിഷൻസിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും. ആ ഒരു ക്രിസ്റ്റൽ ലാറ്റീസിനകത്ത് തൊട്ടടുത്ത ഇക്വിലിബ്രിയം സ്റ്റേബിൾ ആയിട്ടുള്ള പൊസിഷനിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും. അപ്പം തൊട്ടടുത്തുള്ള ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ കോൾഡ് വർക്ക് ചെയ്യുന്നതിനകത്ത് വലിയ ചേഞ്ചസ് ഒന്നും ഫിസിക്കൽ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ മൈക്രോ സ്ട്രക്ചേഴ്സിനകത്തൊന്നും വലിയ ചേഞ്ചസ് ഒന്നും ഉണ്ടാകുന്നില്ല. സോ ഇങ്ങനെ ചെയ്യുന്നതിനുള്ള പ്രധാന ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നമ്മുടെ മെറ്റീരിയൽ കോൾഡ് വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇന്റേണൽ സ്ട്രെസ്സസ് അത് റിലീവ് ചെയ്യുക, അതിൽ നിന്ന് അതിനെ ഒഴിവാക്കുകയാണ് നമ്മൾ പ്രധാനമായിട്ട് ചെയ്യുന്നത്. സോ ഇതിനകത്ത് 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, at a given temperature the rate of decrease in internal stress is fastest at the beginning and drop off at longer times. അതായത് റേറ്റ് ഓഫ് ഡിക്രീസ് ഇൻ ഇന്റേണൽ സ്ട്രെസ് അത് ഒരു പ്രോസസ്സിന്റെ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ തുടക്കത്തിൽ അത് കൂടുതലും പിന്നീട് അത് കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും. The amount of reduction in residual stresses that occurs in particular time increases with increasing temperature. അത് ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ഇൻക്രീസ് ചെയ്യുന്നു. Then mechanical properties practically remain unchanged during recovery. However, electrical conductivity is increased appreciably. സോ നമ്മളിപ്പോൾ ജനറലി പറയുന്നത് സമ്മറൈസ് ചെയ്യുകയാണ്. The principal application of heating in recovery stage is in stress relieving of cold worked metal to prevent stress corrosion cracking or to minimize distortion produced by residual stresses. Commercially, this low temperature treatment in the recovery stage is known as stress relief annealing. So after recovery we have a recrystallization. സോ റിക്കവറിയിൽ നമ്മൾ പഠിച്ചു ഒരു ലോ ടെമ്പറേച്ചർ പ്രോസസ്സായിരുന്നു. സോ നമ്മളിപ്പോൾ റീക്രിസ്റ്റലൈസേഷനിലേക്ക് വരുമ്പം നമ്മൾ റിക്കവറി ടെമ്പറേച്ചറിനെക്കാളും കൂടിയ ടെമ്പറേച്ചറിലാണ് ജനറലി റീക്രിസ്റ്റലൈസേഷൻ നടക്കുന്നത്. നമ്മൾ ക്രിസ്റ്റലൈസേഷൻ നേരത്തെ പഠിച്ചു, നമ്മളൊരു ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് സോളിഡ് സ്റ്റേറ്റിലേക്ക് കൺവേർഷൻ നടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ന്യൂക്ലിയസ് ഫോം ചെയ്യും. ആ ന്യൂക്ലിയസ് അടുത്തുള്ള ആറ്റത്തിന് തമ്മിൽ അട്രാക്ട് ചെയ്ത് അവിടെ ഒരു ഗ്രെയിൻസ് ഫോം ചെയ്യും, ഇക്വിയാക്സൽ ഗ്രെയിൻസ് ഒക്കെ ഫോം ചെയ്യും എന്നൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചത്. സോ സിമിലർലി ഇവിടെ നമുക്കുള്ളത് ഒരു സ്ട്രെയിൻഡ് ക്രിസ്റ്റലാണ്, അതായത് ഒരു കോൾഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞ ഒരു ക്രിസ്റ്റലാണ്, അതായത് അതിനകത്ത് സ്ട്രെയിൻ ഉണ്ട്. സോ ഈ ഒരു സ്ട്രെയിൻഡ് ക്രിസ്റ്റൽസിനെ നമ്മൾ ഈ ടെമ്പറേച്ചർ കൂട്ടും, അപ്പർ ടെമ്പറേച്ചർ ലെവലിലേക്ക് നമ്മൾ പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഈ സ്ട്രെയിൻഡ് ആറ്റംസ് അത് ബ്രേക്ക് ലൂസ് ചെയ്യും. അത് ലൂസായിട്ട് പുതിയ അൺസ്ട്രെയിൻഡ് ക്രിസ്റ്റൽസ് ഫോം ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. അതാണ് റീക്രിസ്റ്റലൈസേഷൻ നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞത്. അപ്പോൾ ഈ ഫോം ചെയ്യുന്ന പുതിയ ക്രിസ്റ്റൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ ഉണ്ടായിരുന്ന ക്രിസ്റ്റൽസിൻ്റെ അതേ സെയിം കോമ്പോസിഷൻ്റെയും ലാറ്റിസ് സ്ട്രക്ചറും തന്നെ ആയിരിക്കും. ലാറ്റിസ് സ്ട്രക്ചർ എന്ന് BCC ആണ്, BCC HCP ആണെങ്കിൽ HCP, അതാണ് ലാറ്റിസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ ഇങ്ങനെ ഫോം ചെയ്യുന്ന ക്ലസ്റ്റർ ഓഫ് ആറ്റത്തിനെ നമ്മൾ പറയുന്നതാണ് ന്യൂക്ലിയസ്. സോ ഈ ന്യൂക്ലിയസ് ഗ്രോ ചെയ്തിട്ടാണ് നമുക്ക് പോളിഗണൽ ക്രിസ്റ്റൽസ്, അൺസ്ട്രെസ്ഡ് പോളിഗണൽ ക്രിസ്റ്റൽസ് നമുക്കിവിടെ ഉണ്ടാകുന്നത്. സോ അതിനെയാണ് നമ്മുടെ റീക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്നത്. നമുക്കിവിടെ ഫിഗർ നോക്കിയാൽ അറിയാം. ആദ്യം നമുക്കുള്ളത് ഇലോങ്ങേറ്റഡ് ഡീഫോംഡ് ഗ്രെയിൻസ് ആണ്. പിന്നെ അവിടെ ചെറിയ ഡോട്ട്സ് ആയിട്ട് ന്യൂക്ലിയർ ഫോം ചെയ്യുന്നു. അവിടെ ന്യൂ ഗ്രെയിൻസ് ഗ്രോയിങ് ഫ്രം ന്യൂക്ലിയർ, പുതിയ ഗ്രെയിൻസ് ഗ്രോ ചെയ്യുന്നതാണ് തേർഡും ഫോർത്തും ഫിഗർ. അപ്പോൾ ഗ്രെയിൻ സ്ട്രക്ചർ കൂടി വരുന്ന കാണാം. ആൻഡ് ഫൈനലി റീക്രിസ്റ്റലൈസേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഫുള്ളി ഒരു ഇക്വിയാക്സിയൽ ഗ്രെയിൻസ് ആയിട്ട് കൺവേർട്ട് ആവും. ഇതാണ് അതിൻ്റെ പ്രോസസ്സ് വരുന്നത്. So the recrystallization takes place by the nucleation of strain-free grains and their subsequent growth until the elongated grains of deformed material is completely transformed into strain-free equiaxial grains. The driving force for recrystallization process is the amount of strain energy stored in
the zones of high dislocation density. This change in structure is accompanied by almost complete release of internal energy or strain energy, reduction in strength, hardness and brittleness, along with increase in ductility and malleability. The temperature at which recrystallization occurs in pure metals is in the range of 0.3 to 0.5 of the melting temperature in degree Kelvin. So, എന്താണ് recrystallization എന്ന് നമ്മളിപ്പോൾ generally പറഞ്ഞു. Now, let's look what are the factors affecting recrystallization. First one is the amount of cold work. Increasing the amount of prior cold work enhances the rate of crystallization, with the result recrystallization temperature is lowered. So, prior cold work കൂടുതലാണെങ്കിൽ recrystallization temperature കുറവായിരിക്കും. The time of annealing. Increasing the time of annealing decreases the recrystallization temperature. That means complete recrystallization of a deformed material can be affected by keeping the material at lower temperature for longer period. Then annealing temperature. If crystallization is carried out at higher temperature, it gets completed soon. Composition. Recrystallization process occurs more rapidly in pure metals than in alloys. Impurity atoms അല്ലെങ്കിൽ fine grain precipitate atoms നമുക്ക് recrystallization temperature കൂടുതലായിരിക്കും because of the preventing movement of grain boundaries. Then initial grain size. For equal amount of cold working, more strain hardening is introduced in fine grain structure than in a coarse grain material. A fine grain structure prior to cold working means more grain boundaries and more distorted regions, providing more nucleation site, promoting rapid crystallization. Therefore, finer the initial grain size, lower the crystallization temperature. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നതാണ് finer grains ന് കൂടുതൽ grain boundaries ഉണ്ടെന്ന് പറഞ്ഞു. അതുമൂലം crystallization temperature കുറവാണ്. Temperature of deformation. Lower the temperature of cold working, greater the amount of strain introduced, which effectively decreases the recrystallization temperature for a given annealing time. An amount of recovery prior to recrystallization. If the deformed metal had been recovered for long, അതായത് നമ്മൾ recrystallization തൊട്ട് മുമ്പുള്ള recovery എന്ന് പറഞ്ഞ പ്രോസസ്സ് കൂടുതൽ നേരം കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ recrystallization normally delay ചെയ്യും. Because more strain energy stored during cold work will have been released during the recovery, and hence the driving force for recrystallization became lower. And finally, we have the grain growth. So after the recrystallization is complete, if the metal specimen is kept at elevated temperature, the strain-free fresh grains will continue to grow and the grain size will be coarse or large grains. This phenomenon is known as grain growth. അതായത് നമ്മൾ റിക്കവറി കഴിഞ്ഞു, റീക്രിസ്റ്റലൈസേഷൻ കഴിഞ്ഞ് നമ്മൾ ഈ എലിവേറ്റഡ് ടെമ്പറേച്ചറിൽ നമ്മൾ കുറേ നേരം കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫൈനർ ഗ്രെയിൻസ് വിൽ ഗോ, അല്ലെങ്കിൽ ആ ഫൈനർ ഗ്രെയിൻസ് വളരാൻ തുടങ്ങും. ദേ സ്റ്റാർട്ട് ടു ഗ്രോ ആസ് കോഴ്സർ ഗ്രെയിൻസ്. സോ ഇതിനെയാണ് ഗ്രെയിൻ ഗ്രോത്ത് എന്ന് പറയുന്നത്. ദിസ് ഈസ് ബിക്കോസ് ലാർജർ ഗ്രെയിൻസ് ഹാവ് ലോവർ ഫ്രീ എനർജി കമ്പയർഡ് ടു smaller grains. This is also associated with the reduction of amount of grain boundary. Therefore, under ideal conditions, the lowest energy state for a metal would be as a single crystal. This is the driving force for a grain growth. Opposing this force is the rigidity of lattice. As the temperature increases, rigidity of lattice decreases and the rate of grain growth is more rapid. മറ്റൊരു ഫാക്ടറാണ് ഇതിനകത്ത് വരുന്നത് rigidity of lattice. നമ്മുടെ ലാറ്റിസ് പോയിന്റ്സിന്റെ റിജിഡിറ്റി. ഇപ്പോൾ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് rigidity of lattice കുറയുന്നു, അതുവഴി ഗ്രെയിൻ ഗ്രോത്ത് കൂടുന്നു. സോ ഇതിനകത്ത് ഈ ഗ്രെയിൻ സ്ട്രക്ചേഴ്സിന്റെ ഫോർമേഷന്റെ രണ്ട് കണ്ടീഷൻസ് ആണ് ലാസ്റ്റ് രണ്ട് പോയിന്റിൽ പറയുന്നത്. Since the transformation during annealing involves nucleation and growth, factors that favor rapid nucleation and slow growth result in finer grain. Rapid nucleation, slow growth ആണെങ്കിൽ finer grain structure, whereas those which favor slow nucleation and rapid growth will result in coarse grain material. അതായത് ന്യൂക്ലിയേഷൻ പയ്യെ ആയിരിക്കും, ഗ്രോത്ത് ഫാസ്റ്റർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ കോഴ്സ് ഗ്രെയിൻ മെറ്റീരിയൽ ആയിരിക്കും നമുക്ക് ഫൈനലി ലഭിക്കുന്നത്. സോ ഇവിടെ നമുക്ക് ഒരു മൈക്രോ സ്ട്രക്ചർ ആൻഡ് പ്രോപ്പർട്ടി ചേഞ്ചസ് ഡ്യൂറിങ് കോൾഡ് വർക്കിംഗ് ആൻഡ് സബ്സിക്വന്റ് അനീലിംഗ് എന്ന് പറഞ്ഞ ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. അതായത് ഫസ്റ്റ് ഫേസിൽ നമുക്ക് ഇതിനെ 4 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് കോൾഡ് വർക്കിംഗ് റീജിയൻ, പിന്നെ അനീലിംഗ് റീജിയൻ. അനീലിംഗ് റീജിയന് നമ്മൾ പറഞ്ഞ 3 റീജിയൻസ് ആണുള്ളത്: റിക്കവറി, റീക്രിസ്റ്റലൈസേഷൻ ആൻഡ് ഗ്രെയിൻ ഗ്രോത്ത്.
ഈ ഓരോ സ്റ്റേജസിലും ഈ മെറ്റീരിയലിന്റെ ഹാർഡ്നെസ്, സ്ട്രെങ്ത്, then ductility, internal stress and electrical conductivity, ഇതിനകത്തുണ്ടാകുന്ന ഈ ഫാക്ടേഴ്സിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ് ഇവിടെ ഗ്രാഫായിട്ട് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ താഴെ ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. അതായത് ഇനീഷ്യലി ഒരു ക്രിസ്റ്റൽ സ്ട്രക്ചർ ഉണ്ടായിരുന്നു, കോൾഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതെങ്ങനെയായിരുന്നു, റിക്കവർ ചെയ്ത് കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ്, ഡീക്രിസ്റ്റലൈസേഷനിൽ എന്ത് സംഭവിച്ചു, ഗ്രെയിൻ ഗ്രോത്തിനകത്ത് എന്താണ് സംഭവിച്ചത്. അപ്പോൾ നമുക്ക് അത് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാം. കോൾഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിന് സ്ട്രെസ്ഡ് എമൗണ്ട് ആയിരുന്നു. ലോ ടെമ്പറേച്ചർ റിക്കവർ ചെയ്ത് കഴിഞ്ഞപ്പം അതിനകത്ത് ആറ്റംസ് ഇക്വിലിബ്രിയം പൊസിഷൻസിലേക്ക് മാറി ന്യൂ ക്രിസ്റ്റൽസ് ഫോം ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. റീക്രിസ്റ്റലൈസേഷനിൽ എന്താ സംഭവിച്ചത്, ചെറിയ ചെറിയ ന്യൂക്ലിയസ് ഫോം ചെയ്തു, ആ ന്യൂക്ലിയസ് ഗ്രോ ചെയ്തു, ഫൈനൽ ഗ്രെയിൻസ് ആയിട്ട് കൺവേർട്ട് ആവുന്നു, അൺസ്ട്രെയിൻഡ് ക്രിസ്റ്റൽസ് ആയിട്ട് മാറുന്നു. ഈ അൺസ്ട്രെയിൻഡ് ക്രിസ്റ്റൽസ് ഗ്രെയിൻ ഗ്രോത്ത് സ്റ്റേജിൽ ഫൈനൽ ആറ്റംസ് എലിവേറ്റഡ് ടെമ്പറേച്ചറിൽ കുറേ സമയം വെച്ച് കഴിയുമ്പോൾ കോഴ്സ് ഗ്രെയിൻസ് ആയിട്ട് കൺവേർട്ട് ആവുന്നു. ഈ ഓരോ സ്റ്റേജസിലും ഈ പറയുന്ന പ്രോപ്പർട്ടീസ് എങ്ങനെയാണ് ചേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഈ ഗ്രാഫ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. So let's look what are the factors affecting the grain growth. The first factor is the degree of prior deformation. നമുക്ക് നേരത്തെ ഇതിനകത്ത് ഉണ്ടായിരുന്ന ഡിഫോർമേഷന്റെ amount. Increasing the amount of prior deformation favors nucleation and decreases the final grain size. At critical deformation, critical value ആണെങ്കിൽ the grains will grow to very large size upon annealing. This is due to the fact when the degree of deformation is low, the lesser will be the distorted regions that can act as nucleation sites. Hence, only few numbers of grains will be formed during recrystallization, resulting in coarse grain structures. With increasing amount of deformation കൂട്ടുകയാണെങ്കിൽ an increasing number of points of high stress are present. കൂടുതൽ സ്ട്രെസ് പോയിന്റ്സ് ഉണ്ടാവുകയും കൂടുതൽ ന്യൂക്ലിയേഷൻസ് ഫോം ചെയ്യുകയും ഗ്രേറ്റർ നമ്പർ ഓഫ് ഗ്രെയിൻസ് ഫോം ചെയ്യുകയും ചെയ്യും. ടൈം അറ്റ് ടെമ്പറേച്ചർ. Increasing the time at any temperature above recrystallization temperature favors grain growth and increases the final grain size. നമ്മൾ നേരത്തെ പഠിച്ചു, എലിവേറ്റഡ് ടെമ്പറേച്ചറിൽ കൂടുതൽ സമയം വെക്കുമ്പോൾ ഫൈനൽ ഗ്രെയിൻസ് കോഴ്സ് ഗ്രെയിൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ കൂടുതൽ സമയം വെക്കുന്നതനുസരിച്ച് അത് കോഴ്സ് ഗ്രെയിൻസ് ആയിട്ട് ഫോം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. Then annealing temperature. Lower the temperature above the recrystallization temperature, the finer the final grain size. Then heating time. എന്തുമാത്രം ടൈം നമ്മൾ ഇതിനെ ഹീറ്റ് ചെയ്യുന്നു. Shorter the time of heating to recrystallization temperature, the finer grain size. And slow heating will form few nuclei, less number of grains, and forming coarse grains. Then insoluble impurities. Greater the amount and finer the distribution of insoluble impurities, the finer the grain size. Insoluble impurities കൂടുതലാണെങ്കിൽ grain size finer ആയിരിക്കും. They not only increase nucleation but also act as barrier to grain boundary movement and thus to grain growth. ഇത്രയാണ് അതിനകത്ത് ഫാക്ടേഴ്സ് വരുന്നത്. സോ ജനറലി ഇതൊരു സോഫ്റ്റനിങ് പ്രോസസ്സാണ്. എന്തുകൊണ്ടാണ്, ഫുൾ അനീലിംഗ് ചെയ്ത് കഴിയുമ്പം ഈ സ്ട്രെസ്സിനകത്ത് സ്ട്രെയിൻഡ് ആയിട്ടിരുന്ന മെറ്റീരിയൽ അൺസ്ട്രെയിൻഡ് മെറ്റീരിയൽ ആയിട്ട് മാറുന്നതുകൊണ്ട് നമ്മൾ ജനറലി ഇതിനെ ഒരു സോഫ്റ്റനിങ് പ്രോസസ്സായിട്ടാണ് പറയുന്നത്.